Kindly turn with me to 2 Timothy chapter 3 and verse 1. ദയവായി 2 തിമോത്തിയോസ് 3-ാം അധ്യായം 1-ാം വാക്യം എടുത്തു വായിക്കുവിൻ. But know this, difficult times will come in the last days. എന്നാൽ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. Difficult times will come in the last days. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. By the grace of God, for the past few weeks, I have been speaking about the signs of the last days. ദൈവത്തിന്റെ കൃപയാൽ കഴിഞ്ഞ ഏതാനും ചില ആഴ്ചകളിലായി അന്ത്യകാലത്തിൽ സംഭവിക്കുന്ന അടയാളങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. The Bible is very clear that the times before us is not going to be unending. നമുക്ക് മുന്നിലുള്ള കാലം പെട്ടെന്ന് അവസാനിക്കുവാൻ പോകുന്ന കാലമാണെന്ന് വേദപുസ്തകം വ്യക്തമായി പറയുന്നുണ്ട്. It says this time will end. വചനം വ്യക്തമായി പറയുന്നു, കാലം വേഗത്തിൽ അവസാനിക്കുമെന്ന്. There is something called the last days. അതെ, അന്ത്യകാലം എന്ന് വിളിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ട്. As we get closer to these days, many signs that the Lord prophesied and the Bible says will come evidently and show itself. നമ്മൾ ഈ അന്ത്യകാലത്തോട് കൂടുതൽ അടുക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവചനങ്ങൾ കൃത്യമായി നിറവേറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. If you are traveling from Chennai to Trichy, നിങ്ങൾ ചെന്നൈയിൽ നിന്ന് ട്രിച്ചിയിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ all along the way you will see signboards on the roadsides, so many more kilometers to reach Trichy. വഴിയിലുടനീളം ഇനിയും ട്രിച്ചിയിലേക്ക് എത്ര ദൂരമുണ്ട്, എത്ര കിലോമീറ്ററുകൾ ഉണ്ടെന്ന് കാണിക്കുന്ന സൈൻ ബോർഡുകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. But very soon there will be a sign which says welcome to Trichy. എന്നാൽ എത്രയും വേഗത്തിൽ മറ്റൊരു സൈൻ ബോർഡ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ആ സൈൻ ബോർഡിൽ ഇപ്രകാരം എഴുതിയിരിക്കും, ട്രിച്ചിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതമെന്ന്. And then the moment you enter inside, നിങ്ങൾ ട്രിച്ചിയിലേക്ക് പ്രവേശിച്ച ഉടനെ all the shops will be written Trichy, Trichy, Trichy. എല്ലാ കടകളുടെ മുകളിലും ട്രിച്ചി 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 എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. In the same way, അതുപോലെ തന്നെ as we gather close to the last days, നമ്മൾ അന്ത്യ ദിവസത്തോട് അടുക്കും തോറും the signs will become multiplied and that signs will become very evident. ഓരോരോ അടയാളങ്ങളും വർദ്ധിച്ചു പെരുകുന്നതും അവ കൃത്യമായി നിറവേറുന്നതും കാണാം. By the grace of God, in the past 3 sermons, I handled 3 distinct signs that was foretold about the last days. ദൈവത്തിന്റെ കൃപയാൽ കഴിഞ്ഞ 3 സന്ദേശങ്ങളിൽ ദൈവം പ്രവചിച്ച അടയാളങ്ങളെക്കുറിച്ച് എനിക്ക് സംസാരിക്കുവാൻ കഴിഞ്ഞു. The first one is the sign of the nation of Israel. ഞാൻ ആദ്യം പറഞ്ഞ അടയാളം ഇസ്രായേലിനെ കുറിച്ചുള്ള അടയാളമായിരുന്നു. Secondly, we saw how Jesus foretold the signs that will be evident in nature. രണ്ടാമതായി പ്രകൃതിയിൽ പ്രത്യക്ഷപ്പെടുന്ന അടയാളങ്ങളെക്കുറിച്ച് യേശുക്രിസ്തു എന്താണ് പറഞ്ഞതെന്ന് നമ്മൾ പരിശോധിച്ചു. The third one we saw in our last sermon was how political system in the world will change in order to accommodate the last days. മൂന്നാമതായി അന്ത്യകാലത്തിന് അനുയോജ്യമായ രീതിയിൽ ആഗോള രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു. Praise be to God. ദൈവത്തിന് സ്തുതി. Today we are going to go to sign number 4. ഇന്ന് നമ്മൾ 4-ാമത്തെ അടയാളത്തെക്കുറിച്ച് വളരെ വിശദമായി ചിന്തിക്കുവാൻ പോകുകയാണ്. Please come back to 2 Timothy chapter 3 and verse 1 onwards. നിങ്ങൾ 2 തിമോത്തിയോസ് 3-ന്റെ 1 മുതലുള്ള വാക്യങ്ങളിലേക്ക് തിരിച്ചു വരുവിൻ. But know this, difficult times will come in the last days. എന്നാൽ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. Second verse start. 2-ാമത്തെ വാക്യം ഇങ്ങനെ ആരംഭിക്കുന്നു, For people will be. ജനങ്ങൾ ഇപ്രകാരമായിരിക്കും. People will be. ജനങ്ങൾ ഇപ്രകാരമായിരിക്കും. Today the fourth sign we are going to handle is ഇന്ന് 4-ാമത്തെ അടയാളത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. the degradation of human society. മനുഷ്യ സമൂഹങ്ങളിൽ ഉണ്ടാകുന്ന അധോഗതിയെക്കുറിച്ച് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുകയാണ്. The degradation of human society. മനുഷ്യ സമൂഹങ്ങളിൽ ഉണ്ടാകുന്ന അധോഗതി. Paul begins to talk about 17 distinct signs that will be evident in human society in the last days. അന്ത്യകാലത്ത് മനുഷ്യ സമൂഹങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന 17 വ്യത്യസ്തമായ അടയാളങ്ങളെക്കുറിച്ച് പൗലോസ് സംസാരിക്കുവാൻ തുടങ്ങുന്നു. This is not going to be characteristic of a particular culture, continent, country. ഒരു പ്രത്യേക സംസ്കാരത്തിന്റെയോ രാജ്യത്തിന്റെയോ ഭൂഖണ്ഡത്തിന്റെയോ
ഒരു സ്വഭാവ സവിശേഷത മാത്രമല്ല ഇത്. It will affect all sections of society in every culture. ഇത് എല്ലാ സംസ്കാരങ്ങളിലും എല്ലാ സമൂഹങ്ങളിലുമുള്ള എല്ലാ വിഭാഗങ്ങളെയും ബാധിക്കും. And in order for us to understand this sign that will be very evident in the last days in the society of human beings, I am going to categorize these 19 signs into 3 headings. ഈ അടയാളങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നതിന് ഈ 19 അടയാളങ്ങളെ ഞാൻ 3 തലക്കെട്ടുകളിലാക്കി തരംതിരിക്കുവാൻ പോകുന്നു. So we can understand this, learn about this, and also see if the prophecies of the Bible are coming true. അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. ബൈബിൾ പ്രവചനങ്ങൾ നിറവേറിയോ എന്ന് തിരിച്ചറിയുവാനും കഴിയും. Number 1. ഒന്നാമത്തേത്, The first category I want to talk about is you will see in the last days in human society the lack of affection. ഒന്നാമത്തെ കാര്യം ഇതാണ്: അന്ത്യകാലത്ത് മനുഷ്യ സമൂഹങ്ങൾക്കിടയിൽ വാത്സല്യമില്ലായ്മ ദർശിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. There are 5 things Apostle Paul mentions regarding love in this passage. ഈ വേദഭാഗത്തിൽ സ്നേഹത്തെ പറ്റിയുള്ള 5 കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് പ്രതിപാദിക്കുന്നുണ്ട്. From verse 1 to 3, please notice, I'm going to give you the 5 words. Number 1. ഒന്നാമത്തേത്, People will become lovers of self. മനുഷ്യർ സ്വസ്നേഹികളായി മാറും. തർപ്പിരിയരായും. സ്വസ്നേഹികളായി മാറും. Number 2. രണ്ടാമത്തേത്, They will be unloving without natural affection. അവർ സ്നേഹമില്ലാത്തവരും വാത്സല്യമില്ലാത്തവരുമായിരിക്കും. Number 3. മൂന്നാമത്തേത്, Lovers of pleasure than the lovers of God. അവർ ദൈവപ്രിയരല്ലാതെ ഭോഗപ്രിയരായിരിക്കും. Number 4. നാലാമത്തേത്, They will be lovers of money. അവർ ദ്രവ്യാഗ്രഹികളായിരിക്കും. Number 5. അഞ്ചാമത്തേത്, They will be without love for what is good. അവർ സൽഗുണ ദോഷികളായിരിക്കും. So these 5 ways, there will be a huge attack on the human society, where there will be a huge damage done in the fabric of human society in respect to love. ഈ 5 കാര്യങ്ങൾ മനുഷ്യ സമൂഹത്തിലെ സ്നേഹത്തിന്റെ മണ്ഡലത്തെ ആക്രമിക്കുകയാണെങ്കിൽ സ്നേഹത്തിന്റെ സ്വഭാവം തന്നെ മാറിപ്പോകും. Listen to me. ശ്രദ്ധിക്കുവിൻ. Love is the foundation that binds all societies. സമൂഹത്തെ മുഴുവൻ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനമാണ് സ്നേഹം. Love is not only the connecting factor, it is the characteristic of human beings created in the image of God. സ്നേഹം പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ഘടകം മാത്രമല്ല, ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ സ്വഭാവ സവിശേഷത കൂടിയാണ് സ്നേഹം. The Bible says man is created in the image of God. മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടുവെന്ന് വചനം പറയുന്നു. The Bible says God is love. ദൈവം സ്നേഹമാണെന്ന് വേദപുസ്തകം പറയുന്നു. But in the last days, എന്നാൽ അന്ത്യകാലത്ത് this nature of love will have a very big destructive environment. ഈ സ്നേഹത്തിന്റെ ഭാവത്തിന് വളരെയധികം നശീകരണ ശേഷിയുള്ള ഒരു പരിതസ്ഥിതി ഉണ്ടാകും. How will that happen? അതെങ്ങനെ സംഭവിക്കും? The society will start to redefine our classical understanding of what love is. ഈ മാനവ സമൂഹം സ്നേഹത്തെ പുനർനിർവചിക്കുവാൻ തുടങ്ങും. അതിന്റെ ഫലമായി സ്നേഹത്തിന് വ്യത്യസ്തമായ ഒരു ഭാവം ഉണ്ടാകും. I will put it in 2 words. ഞാൻ 2 വാക്കുകളിൽ ഇത് വിശദീകരിക്കട്ടെ. First, ഒന്നാമതായി, love will be defined as self love. സ്നേഹം സ്വസ്നേഹമായി നിർവചിക്കപ്പെടും. Selfish love. സ്നേഹം സ്വാർത്ഥമായ സ്നേഹമായി നിർവചിക്കപ്പെടും. People will start to love themselves. ജനങ്ങൾ തങ്ങളെ തന്നെ സ്നേഹിക്കുവാൻ ആരംഭിക്കും. Now what is real love? ഇപ്പോൾ യഥാർത്ഥ സ്നേഹം എന്താണ്? John 15:13 says, യോഹന്നാൻ 15:13 വ്യക്തമായി പറയുന്നു, no one has greater love than this, than someone would lay down his life for his friends. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ലെന്ന് അവിടെ സത്യവേദപുസ്തകം വ്യക്തമായി പറയുന്നുണ്ട്. So what is the original explanation of love? ആകയാൽ സ്നേഹത്തിന്റെ യഥാർത്ഥ നിർവചനം എന്താണ്? Love means sharing, giving, sacrificing. സ്നേഹം എന്നാൽ പങ്കുവെക്കലാണ്, നൽകലാണ്, ത്യാഗം സഹിക്കലാണ്. But in the last days, എന്നാൽ അന്ത്യകാലത്ത് love will not mean giving, sharing, sacrificing. സ്നേഹം എന്നാൽ നൽകലോ പങ്കുവെക്കലോ ത്യാഗം സഹിക്കലോ ആയിരിക്കില്ല. It will be more of consuming, self-consuming, self-obsessed. It will be all about themselves. സ്നേഹം എന്നാൽ സ്വയം സ്നേഹിക്കലായിരിക്കും,
തങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനെ ജനങ്ങൾ സ്നേഹമെന്ന് വിളിക്കും. Because of this, അക്കാരണത്താൽ in the last days, people will become alienated from all close connections. അന്ത്യകാലത്ത് ജനങ്ങൾ അടുത്ത ബന്ധങ്ങളിൽ നിന്ന് അകന്നു നിൽക്കും. അവർ തങ്ങളെ തന്നെ സ്നേഹിക്കുന്നവരായിരിക്കും. ആരോടും അടുത്ത ബന്ധം പുലർത്തുകയില്ല. They will consider any unity as problematic and burdensome. ആരോടെങ്കിലും അടുത്ത ബന്ധം പുലർത്തി ഐക്യത്തോടെ ജീവിക്കുന്നത് അവർ ഒരു ഭാരമായി കാണും. And therefore people will follow the definition, love yourself, love your body, boast yourself, believe in yourself. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുവിൻ, നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കുവിൻ, നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുവിൻ എന്ന നിർവചനത്തിൽ ജനങ്ങൾ വിശ്വസിക്കും. So you don't need anybody, you are just enough. ആകയാൽ നിങ്ങൾക്ക് മറ്റാരുടെയും സഹായം ആവശ്യമില്ല, നിങ്ങൾക്ക് സ്വയം ജീവിക്കാം. One of the ways this is very evident in the modern culture of today is, I would call, the selfie culture. ഇന്നത്തെ ആധുനിക സംസ്കാരത്തിൽ ഇത് പ്രകടമായി കാണാം. ഈ സംസ്കാരത്തെ അതുകൊണ്ട് ഞാൻ സെൽഫി സംസ്കാരം എന്ന് വിളിക്കും. The selfie culture is very interesting. സെൽഫി കൾച്ചർ എന്ന് പറഞ്ഞാൽ അത് വളരെ രസകരമായ ഒരു കാര്യമാണ്. Just in the past 10 years, almost every citizen of every country has become a photographer. അത് വളരെ രസകരമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ എല്ലാ രാജ്യങ്ങളിലെയും എല്ലാ പൗരന്മാരും ഫോട്ടോഗ്രാഫർമാരായി മാറിയിട്ടുണ്ട്. Now the interesting feature in the handheld cameras, which is part of your mobiles, ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണുകളുടെ ഭാഗമായി തീർന്നിരിക്കുന്ന ക്യാമറയുടെ സവിശേഷമായ ഒരു പ്രത്യേകത ഇതാണ്. Earlier they had cameras where you can take pictures in front of you. They had much more pixels. മുൻപെല്ലാം ക്യാമറകൾ ഉണ്ടായിരുന്നു. അത് ഉപയോഗിച്ച് നിങ്ങളുടെ മുന്നിലുള്ള വ്യക്തിയുടെ ഫോട്ടോ മാത്രമേ നിങ്ങൾക്ക് എടുക്കുവാൻ സാധിച്ചിരുന്നുള്ളൂ. It will take very good quality. ആ ഫോട്ടോകൾക്ക് ഉയർന്ന ഗുണമേന്മയുണ്ടായിരിക്കും. But now the high quality cameras is not in the back of the mobile, it's actually in the front of the mobile. എന്നാൽ ഇപ്പോൾ ഹൈ ക്വാളിറ്റിയുള്ള ക്യാമറകൾ മൊബൈലിന്റെ പിന്നിലല്ല, മുൻഭാഗത്താണ് ഘടിപ്പിച്ചിരിക്കുന്നത്. So you can take your own picture. ആകയാൽ അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തം ഫോട്ടോ എടുക്കാം. And there is a free app where you can beautify yourself. കൂടാതെ അവിടെ സൗജന്യമായ ഒരു ആപ്പ് കൂടിയുണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സുന്ദരന്മാരാക്കാം. You can change your complexion. നിങ്ങൾക്ക് നിങ്ങളുടെ നിറം മാറ്റാനാകും. You can change the shape of your nose, eyes, lips, whatever you want to do, you can change it. നിങ്ങളുടെ മൂക്കിന്റെയും കണ്ണിന്റെയും രൂപം മാറ്റുവാൻ കഴിയും. Instantly you look like a movie star. നിങ്ങൾക്ക് ഉടനടി നിങ്ങളെ തന്നെ ഒരു സിനിമാ നടനെ പോലെ ആക്കി തീർക്കുവാൻ സാധിക്കും. Selfie culture. ഇതാണ് സെൽഫി കൾച്ചർ. This is going extreme everywhere. ഇത് അങ്ങേയറ്റം എല്ലായിടത്തും പ്രചരിച്ചിരിക്കുന്നു. Everywhere you see young people obsessed, they take photographs of themselves minute by minute. എല്ലായിടത്തും യുവജനങ്ങൾ തങ്ങളെ തന്നെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. And then they upload it on social media and everybody says wonderful, 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 and they clap and they say likes. പിന്നീട് അവർ സോഷ്യൽ മീഡിയയിൽ ഇത്തരം ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുന്നു. എല്ലാവരും അവരെ അഭിനന്ദിച്ചുകൊണ്ട് കുറിപ്പുകൾ അയക്കുന്നു. There are people who go to some extremes. ചിലർ അങ്ങേയറ്റം വ്യത്യസ്തമായ ചില കാര്യങ്ങൾ സെൽഫിയിലൂടെ ചെയ്യുന്നു. What do they do now? അവരെന്താണ് ചെയ്യുന്നത്? I once saw a photograph, a selfie, where a boy is taking a selfie with his dead grandfather in a coffin beside him. ഒരു ആൺകുട്ടി തൻ്റെ മരിച്ചുപോയ മുത്തച്ഛനോടൊപ്പം സെൽഫി എടുക്കുന്നു. ആ ശവപ്പെട്ടിയിൽ കിടക്കുന്ന മുത്തച്ഛനോടൊപ്പം നിന്നുകൊണ്ടാണ് സെൽഫി എടുക്കുന്നത്. And they sharing it. പിന്നീട് അവർ ആ ഫോട്ടോ ഷെയർ I don't ചെയ്യുന്നു. know what message is giving there. അതിലൂടെ അവർ നൽകുന്ന സന്ദേശം എന്താണെന്ന് എനിക്കറിയില്ല. Do you know there are so many people who actually died taking selfie? നിങ്ങൾക്കറിയാമോ, ചിലർ സെൽഫി എടുക്കുമ്പോൾ മരിച്ചുപോയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. People fell off from high cliffs, people were run down by trains, they were run down by buses, and they had fatal accidents just in the process of taking selfies. ചിലർ മലയുടെ മുകളിൽ നിന്ന് സെൽഫി എടുക്കുമ്പോൾ താഴെ വീണ് മരിക്കുന്നു. ചിലർ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ സെൽഫി എടുക്കുന്നു. അങ്ങനെ ആപത്തിൽ അകപ്പെട്ട് മരിച്ചു പോകുന്നു. All this is about look at me, look at me, look at me, look at me. ഇതിന്റെ എല്ലാം അർത്ഥം എന്താണ്? നിങ്ങൾ എന്നെ നോക്കൂ, എന്നെ ശ്രദ്ധിക്കൂ, എന്നെ മാത്രം ശ്രദ്ധിക്കൂ എന്നതല്ലേ? Now look at small children today. ഇപ്പോൾ കൊച്ചുകുട്ടികളെ നോക്കുവിൻ. Earlier when you say let us play, മുൻപെല്ലാം നിങ്ങൾ അവരോട് നമുക്ക് കളിക്കാമെന്ന് പറയുമ്പോൾ, go and play, അല്ലെങ്കിൽ പോയി കളിക്കൂ എന്ന് പറയുമ്പോൾ, what does it mean? അതിന്റെ അർത്ഥം എന്താണ്? That means find 3 friends and then play. 3 കൂട്ടുകാരെ കണ്ടെത്തി കളിക്കൂ എന്നാണ് അതിന്റെ അർത്ഥം. Children will ask, Daddy, please take me to my uncle's house. Please take me to my auntie's house. I want to go and play there. കുട്ടികൾ പറയും, ദയവായി എന്നെ എൻ്റെ അങ്കിളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ, എനിക്ക് അവിടെ പോയി നന്നായി കളിക്കണം. But today, how do children understand when you say, go and play?
എന്നാൽ ഇന്ന് നിങ്ങൾ കുട്ടികളോട് പോയി കളിക്കൂ എന്ന് പറയുമ്പോൾ അവർ എന്താണ് മനസ്സിലാക്കുന്നത്? Take a mobile അവർ ഒരു മൊബൈൽ എടുക്കും, and then play for hours, not even knowing whether the world is, crashing on them, or they don't worry. They just are obsessed with that mobile. Enjoy solo all the time. ലോകത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ, ലോകം അവരുടെ തലയിൽ ഇടിഞ്ഞു വീണാൽ അതുപോലും അറിയാതെ അവർ ഒറ്റയ്ക്കിരുന്ന് ആ മൊബൈലിൽ കളിച്ചുകൊണ്ടേയിരിക്കും. If there are 3 children, 2 children in your house, ഒരു വീട്ടിൽ 2 കുട്ടികൾ അല്ലെങ്കിൽ 3 കുട്ടികൾ ഉണ്ടെങ്കിൽ they will still not play together. Each one will be having a separate mobile phone, something in their hand they can play alone inside one single room. അവർ അപ്പോഴും ഒത്തൊരുമിച്ച് കളിക്കുകയില്ല. ഓരോ കുട്ടികൾക്കും ഓരോ മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കും. അവർ തങ്ങളുടെ മുറിയിലിരുന്ന് ആ മൊബൈൽ ഫോണിൽ കളിച്ചുകൊണ്ടേയിരിക്കും. There is no more sharing. അവർ ഒന്നും പങ്കുവെക്കുന്നില്ല. I like it, I play it, I watch it, I want it, I will have it. അവർ ഇങ്ങനെയാണ് പറയുന്നത്, എനിക്കിത് ഇഷ്ടമാണ്, ഞാനിത് കളിക്കുന്നു, ഞാനിത് നിരീക്ഷിക്കുന്നു, എനിക്കിത് വേണം. Lovers of self. അതെ, അവർ സ്വസ്നേഹികളായി മാറിയിരിക്കുന്നു. These are the days you see people not worried about others, but worried about their own welfare, own enjoyment, own happiness. ഇക്കാലത്ത് ജനങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ഓർത്തല്ല വിഷമിക്കുന്നത്, സ്വന്തം ക്ഷേമമോർത്ത്, സ്വന്തം സുഖവും സന്തോഷവും ഓർത്താണ് ജനങ്ങൾ പലപ്പോഴും വിഷമിക്കുന്നത്. Therefore, these days children don't appreciate the beauty of nature no longer. That's finished. അതുകൊണ്ട് ഇക്കാലത്ത് കുട്ടികൾ പ്രകൃതി സൗന്ദര്യമൊന്നും ആസ്വദിക്കുന്നില്ല. ആ കാലമെല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നു. You tell them, let's go to Ooty and let's enjoy nature. നമുക്ക് ഊട്ടിയിലേക്ക് പോയി പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാമെന്ന് നിങ്ങൾ കുട്ടികളോട് പറയുകയാണെങ്കിൽ, see the clouds, see the trees, നമുക്ക് മേഘങ്ങളെ കാണാം, മരങ്ങളെ കാണാമെന്ന് പറയുകയാണെങ്കിൽ, they are not interested. അവർക്കതിൽ ഒരു താല്പര്യവും ഉണ്ടാകില്ല. They switch on the AC. അവർ AC ഓൺ ചെയ്യും. I will see Switzerland from here. ഞാൻ ഇവിടെ ഇരുന്ന് സ്വിറ്റ്സർലൻഡ് കാണുമെന്ന്. Have you found children enjoying nature these days? No. ഇക്കാലത്ത് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്ന കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? No. They don't. They love seeing themselves, beautifying themselves, adorning themselves. That's the track. അവർ തങ്ങളെ തന്നെ സൗന്ദര്യമുള്ളവരാക്കി മാറ്റുന്നു. അവർ തങ്ങളെ തന്നെ ആരാധിക്കുന്നു. അതാണ് ഇന്നത്തെ കുട്ടികളുടെ ഒരു ജീവിത രീതി. Do you know that the world is spending so much money on cosmetics in the recent past that it is almost competing with the amount of money spent for food? നിങ്ങൾക്കറിയാമോ, ഇക്കാലത്ത് ലോകം സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് വേണ്ടി വളരെയധികം പണം ചെലവഴിക്കുന്നു. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിൻ്റെ അത്ര തന്നെ പണം സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കായി ചെലവഴിക്കുന്നുണ്ടത്രേ. Do you see the recent hairstyles that are coming? ഇക്കാലത്തെ ഹെയർ സ്റ്റൈൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? If they don't introduce themselves to you, you cannot identify them who they are. അവർ തങ്ങൾ ആരാണെന്ന് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ കണ്ടുപിടിക്കുവാൻ പോലും സാധിക്കുകയില്ല. Some people look like parrots, multicolored parrots. ചിലർ തത്തകളെ പോലെയാണ്, വ്യത്യസ്ത നിറമുള്ള തത്തകളെ പോലെ. Some people look like foxes. മറ്റു ചിലർ കാഴ്ചയ്ക്ക് കുറുക്കന്മാരെ പോലെയാണ്. Every month new fashion. എല്ലാ മാസവും പുതിയ പുതിയ ഫാഷൻ വന്നുകൊണ്ടിരിക്കുന്നു. Those were the days when people used to, punch their ears or their nose or have rings in the ears or noses. പണ്ടുകാലത്ത് ജനങ്ങൾ മൂക്കിലും അതുപോലെ തന്നെ കാതിലും ആഭരണങ്ങൾ അണിഞ്ഞിരുന്നു. Now they are having insertions in their tongue. എന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾ നാവിലാണ് ഓരോരോ ആഭരണങ്ങൾ അണിയുന്നത്. In their lips. അതുപോലെ ചുണ്ടിലും. About 5-6 punctures on their ears. അവരുടെ കാതുകളിൽ 5-6 ഓട്ടകൾ ഉണ്ടായിരിക്കും. Eyelids. അവർ കൺപോളകളിൽ പോലും ആഭരണങ്ങൾ അണിയുന്നു. I don't know how they can endure such pain. അവർ എങ്ങനെയാണ് അത്രമാത്രം വേദന സഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. But they say they look very nice, modern, fashionable, and they're willing to endure any pain just to show themselves as attractive. എന്നാൽ അവർ പറയുന്നു അവർ വളരെ സൗന്ദര്യമുള്ളവരാണെന്ന്. ആ സൗന്ദര്യത്തിന് വേണ്ടി എന്ത് വേദനയും സഹിക്കുവാൻ അവർ തയ്യാറാണ്. Do you know there is a culture that is picking up which is called tattoo? ഇപ്പോൾ പുതിയൊരു സംസ്കാരം ഉടലെടുക്കുന്നുണ്ട്, അതായത് പച്ച കുത്തുന്ന ഒരു സംസ്കാരം. When we go to youth meetings elsewhere, ഞങ്ങൾ എവിടെയെങ്കിലും യുവജന യോഗങ്ങളിൽ പങ്കെടുക്കുവാൻ പോകുമ്പോൾ the question comes from Christian young people. Is it wrong to have tattoos? ക്രിസ്ത്യാനികളായ യുവജനങ്ങളിൽ നിന്ന് ഇതുപോലെ ഒരു ചോദ്യം ഉയരാറുണ്ട്. പച്ച കുത്തുന്നത് തെറ്റാണോ?
Who is going to see your tattoo? It is in your hand, it's in your chest or something. നിങ്ങളുടെ കൈകളിൽ അല്ലെങ്കിൽ നെഞ്ചിൽ പച്ചകുത്തിയത് ആരാണ് കാണുവാൻ പോകുന്നത്? Nobody is going to see that. ആരും അത് കാണാൻ പോകുന്നില്ല. Some people have put tattoos on their shoulders, on their backs. ചിലർ പിൻഭാഗത്ത് പച്ചകുത്തുന്നു. Nobody is going to see that. ആരും അത് കാണുവാൻ പോകുന്നില്ല. But I want to see myself in the mirror. I want to love myself. എന്നാൽ എനിക്ക് അത് കണ്ണാടിയിൽ കാണണം, എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കണം എന്നതാണ് അവരുടെ ചിന്ത. Do you see how the definition of love is changed? സ്നേഹത്തിന്റെ നിർവചനം മാറിയത് നിങ്ങൾ കാണുന്നുണ്ടോ? Jesus said, love the Lord, love your neighbor as yourself. യേശുക്രിസ്തു പറഞ്ഞു, നീ ദൈവത്തെ സ്നേഹിക്കുക, അതുപോലെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. And he said, if you want to follow me, deny yourself, take the cross and follow me. യേശു പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ തന്നെത്താൻ ത്യജിച്ച് ക്രൂശെടുത്ത് എന്നെ But അനുഗമിക്കുക. what is today's definition of love? എന്നാൽ ഇന്ന് സ്നേഹത്തിന്റെ നിർവചനം എന്താണ്? Hate everyone, leave everyone, love yourself. എല്ലാവരെയും വെറുക്കുക, എല്ലാവരെയും വിട്ടു പോകുക, സ്വയം സ്നേഹിക്കുക എന്നതാണ്. Now it is becoming even worse. ഇപ്പോൾ അത് കൂടുതൽ മോശമായി കൊണ്ടിരിക്കുന്നു. Instead of loving people, love money, love materials, love things. അവർ ജനങ്ങളെ സ്നേഹിക്കുന്നതിന് പകരം പണത്തെ സ്നേഹിക്കുന്നു, സുഖ സൗകര്യങ്ങളെ സ്നേഹിക്കുന്നു, മറ്റെല്ലാ കാര്യങ്ങളെയും അത്യധികം സ്നേഹിക്കുന്നു. Don't love people. നിങ്ങൾ ജനങ്ങളെ സ്നേഹിക്കരുത്. Love everything else. നിങ്ങൾ മറ്റെല്ലാത്തിനെയും സ്നേഹിച്ചുകൊള്ളണം. The Bible says the love of money is the root of all evil. വേദപുസ്തകം പറയുന്നു, ദ്രവ്യാഗ്രഹം സകല തിന്മകൾക്കും മൂലമല്ലോ. But look at how our society is moving forward. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നത് നോക്കുവിൻ. They will kill, they will cause harm, they will do anything just for money. അവർ പണത്തിനു വേണ്ടി ആരെ വേണമെങ്കിലും ഉപദ്രവിക്കും, ആരെ വേണമെങ്കിലും നിർദയമായി കൊന്നുകളയും. Do you know that 45% of world's wealth is with 1% of world's population? നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തിലെ സമ്പത്തിന്റെ 45% ലോക ജനസംഖ്യയിൽ 1% വരുന്ന ജനങ്ങളുടെ കയ്യിലാണ്. Do you know that 73% of Indian wealth is with just 1% of Indian population? ഇന്ത്യയിലെ സമ്പത്തിന്റെ 73% ഇന്ത്യൻ ജനസംഖ്യയുടെ 1% ജനങ്ങളുടെ പക്കൽ ആയിരിക്കുന്നു. The remaining 99% of Indian population has to live with just 23% of the wealth. ഇന്ത്യൻ ജനസംഖ്യയിലെ 99% ജനങ്ങളും അവശേഷിച്ചിരിക്കുന്ന 23% സമ്പത്ത് കൊണ്ട് ജീവിക്കേണ്ടവരാണ്. But still these people are still earning. എന്നാൽ ഇപ്പോഴും സമ്പന്നന്മാരായ ജനങ്ങൾ കൂടുതൽ സമ്പാദിച്ചുകൊണ്ടേയിരിക്കുന്നു. In the recent days, അടുത്ത കാലത്ത് 14,000 crores taken as loan ran away from the country. 14,000 കോടി രൂപയുടെ ലോൺ എടുത്ത് ഈ രാജ്യത്തിൽ നിന്ന് ഒരു വ്യക്തി ഓടിപ്പോയി. 9,000 crores, 12,000 crores, one single person gets it and runs away. കൂടാതെ ഒരു വ്യക്തി 12,000 കോടി 9,000 കോടി ലോൺ എടുത്ത് രാജ്യം വിട്ട് രക്ഷപ്പെടുന്നു. Whose money is this? ഇതെല്ലാം ആരുടെ പണമാണ്? How did this money come? എങ്ങനെയാണ് ഈ പണം ഉണ്ടായത്? Many people's hard-earned savings. നിരവധി ആളുകൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമാണിത്. Their savings അവരുടെ സമ്പത്ത് satisfied the greed of one person. ഒരു വ്യക്തിയുടെ അത്യാഗ്രഹത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു. Why? എന്തുകൊണ്ട്? Loving myself. എന്തുകൊണ്ട്? സ്വസ്നേഹം നിമിത്തം. I don't care what happens to others. മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും അതൊന്നും എനിക്ക് കാര്യമല്ല. I have to be good. ഞാൻ നന്നായിരിക്കണം. I have to be comfortable. ഞാൻ സുഖമായിരിക്കണം. I have to have pleasure. എനിക്ക് എല്ലാ സുഖങ്ങളും ഉണ്ടായിരിക്കണം. I don't care about others. ഞാൻ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നില്ല. A sign of the last days. ഇത് അന്ത്യകാല ലക്ഷണമാണ്. Some years ago, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് in Vadaparani, a true story happened. വടപഴനിയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവമാണ്. There were two old women who had retired. They were sisters. They lived together in a house. അവിടെ ജോലിയിൽ നിന്ന് വിരമിച്ച 2 സഹോദരിമാർ ഒത്തൊരുമിച്ച് ഒരു വീട്ടിൽ സന്തോഷത്തോടെ താമസിച്ചിരുന്നു. They did not have children, അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. but they got a very good amount as pension. എന്നാൽ അവർക്ക് പെൻഷനായി നല്ലൊരു തുക ലഭിച്ചിരുന്നു.
Every month they will draw. അവർക്ക് മാസം മാസം പെൻഷൻ തുക ലഭിക്കും. There was a boy who was just 12 years old who was a neighbor. അവരുടെ അയൽവാസിയായ ഒരു ബാലൻ ഉണ്ടായിരുന്നു. അവന് 12 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ. He used to come every day after school and play with these and talk and have fun with these two old ladies. അവൻ സ്കൂൾ വിട്ടു വന്നാൽ എന്നും ഈ മുത്തശ്ശിമാരുടെ കൂടെ വന്ന് കളിക്കും, തമാശ പറയും. They also enjoyed this boy's presence. അവരും ഈ ബാലന്റെ സാന്നിധ്യം വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. They used to cook something for him every day, take good care of him. അവർ എന്നും അവനു വേണ്ടി നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. One evening, എന്നാൽ ഒരു ദിവസം the വൈകുന്നേരം boy comes with his friend. ആ ബാലൻ തന്റെ കൂട്ടുകാരുമായി അവരുടെ വീട്ടിലേക്ക് വന്നു. He goes into the house, അവൻ വീട്ടിലേക്ക് ചെന്നു. locks the door. അവൻ കതകുകളെല്ലാം അടച്ചു. Both of these fellows strangle the two old women. ഇവർ രണ്ടുപേരും ചേർന്ന് ആ വയസ്സായ മുത്തശ്ശിമാരുടെ കഴുത്ത് പിടിച്ച് And they ഞെരിച്ചു. took a grinder stone, put on their head and killed them. പിന്നീട് ഗ്രൈൻഡറിൽ നിന്ന് കല്ലെടുത്ത് അവരുടെ തലയിലിട്ട് അവരെ രണ്ടുപേരെയും Both കൊന്നുകളഞ്ഞു. of them died. അവർ രണ്ടുപേരും മരിച്ചു. They removed their jewels. ഈ കുട്ടികൾ അവരുടെ ആഭരണങ്ങളെല്ലാം അഴിച്ചെടുത്തു. They took the money that they took from their pension that was inside the house. വീട്ടിലുണ്ടായിരുന്ന പെൻഷൻ പണം അവർ മോഷ്ടിച്ചു. And they left the house and ran away. അവർ വീട് വിട്ട് ഓടിപ്പോയി. 4 days the bodies were there decomposing. 4 ദിവസം ആ മൃതശരീരങ്ങൾ ആ വീട്ടിൽ തന്നെ കിടന്നു. പിന്നീട് ചീഞ്ഞു നാറുവാൻ തുടങ്ങി. The stench was everywhere. എല്ലായിടത്തും ദുർഗന്ധം വ്യാപിച്ചു. The police came in and then they found these two women dead. പോലീസ് വന്നപ്പോൾ ഈ രണ്ടുപേരും മരിച്ചു കിടക്കുന്നത് കണ്ടു. Who did it? ആരാണിത് ചെയ്തത്? The investigation took to the two boys. അന്വേഷണം 2 ബാലന്മാരിൽ ചെന്നെത്തി. Do you know what they did with that money? അവർ ആ പണം കൊണ്ട് എന്താണ് ചെയ്തതെന്നറിയാമോ? They went to an electronic shop and they got Xbox video game. അവർ ഇലക്ട്രോണിക് ഷോപ്പിലേക്ക് ചെന്ന് വീഡിയോ ഗെയിം വാങ്ങി. And the tragedy is ഏറ്റവും വലിയ ദുരന്തം ഇതാണ്. the two women, their bodies are decomposing next door. ഈ 2 പ്രായമായ സ്ത്രീകളുടെയും മൃതശരീരങ്ങൾ അടുത്ത മുറിയിൽ ചീഞ്ഞഴുകിക്കൊണ്ടിരിക്കുമ്പോൾ But in the next house, both of these boys are playing video game. അടുത്ത വീട്ടിൽ ഈ 2 കുട്ടികളും വീഡിയോ ഗെയിം കളിക്കുകയായിരുന്നു. അവർ ആസ്വദിക്കുകയായിരുന്നു. Loving themselves. അതെ, അവർ തങ്ങളെ തന്നെ സ്നേഹിക്കുന്നവരായിരുന്നു. അതെ, സ്വസ്നേഹം നിമിത്തമാണ് ഇതെല്ലാം സംഭവിച്ചത്. They love money and material more than others. അവർ മറ്റുള്ളവരെക്കാൾ അധികം പണത്തെയും അതുപോലെ സുഖ സൗകര്യങ്ങളെയും സ്നേഹിച്ചു. I call this ഞാൻ ഇതിനെ ഇപ്രകാരം വിളിക്കട്ടെ, selfish love. സ്വാർത്ഥമായ സ്നേഹമെന്ന് ഞാൻ ഇതിനെ പേർ ചൊല്ലി വിളിക്കട്ടെ. Second part of that love is, ആ സ്നേഹത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഇതാണ്. Apostle Paul says, പൗലോസ് പറയുന്നു, in the last days അന്ത്യകാലത്ത് they will live without natural affections. അവർ സ്വാഭാവികമായ വാത്സല്യമില്ലാതെ ഈ ലോകത്തിൽ ജീവിക്കും. I call this strange love. ഞാൻ ഈ സ്നേഹത്തെ അസാധാരണമായ സ്നേഹമെന്ന് വിളിക്കുന്നു. This is not a love they were born with. This is not characteristic of human beings. ഈ സ്നേഹത്തോടെയല്ല അവർ ജനിച്ചത്. ഇത് മനുഷ്യരുടെ സ്വഭാവ സവിശേഷതയുമല്ല. That is what will be there in the last days. ഇത് അന്ത്യകാലത്ത് സംഭവിക്കുന്നതാണ്. Now, the time a child is born, ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ച സമയം മുതൽ nobody teaches the child, but the child sees the mother and instantly has an affection for the mother. ആ കുഞ്ഞിനെ ആരും ഒന്നും പഠിപ്പിക്കുന്നില്ല. എന്നാൽ അമ്മയെ കണ്ട ഉടനെ കുഞ്ഞിന്റെ ഉള്ളിൽ ഒരു വാത്സല്യം ഉണരുന്നു. And it gets connected with the mother. അത് അമ്മയുമായി ബന്ധം സ്ഥാപിക്കുന്നു. 1 hour it cannot stay away from the mother. ഒരു മണിക്കൂർ പോലും കുഞ്ഞിന് അമ്മയിൽ നിന്ന് അകന്നു നിൽക്കുവാൻ And കഴിയില്ല. the mother loves the child like her own. അമ്മ കുഞ്ഞിനെ തന്റെ സ്വന്തം എന്ന പോലെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ചെയ്യുന്നു. We call this mother's love, child's love, നമ്മൾ ഇതിനെ മാതൃസ്നേഹം അല്ലെങ്കിൽ കുഞ്ഞിന്റെ സ്നേഹം എന്നെല്ലാം വിളിക്കുന്നു. father's love. പിതാവിന്റെ സ്നേഹം. This is what we call as natural affection. ഇതാണ് സ്വാഭാവികമായ വാത്സല്യം. But the Bible says in the last days, people will lose natural affection. എന്നാൽ വേദപുസ്തകം പറയുന്നു അന്ത്യകാലത്ത് ജനങ്ങൾ വാത്സല്യമില്ലാത്തവരായി തീരുമെന്ന്. Is it happening? അതിപ്പോൾ സംഭവിക്കുന്നില്ലേ? Last year, കഴിഞ്ഞ വർഷം in Chennai, there was a 33-year-old girl. ചെന്നൈയിൽ 33 വയസ്സുള്ള ഒരു യുവതി ഉണ്ടായിരുന്നു. She has 2 children. അവൾക്ക് 2 മക്കളുണ്ട്.
but she has an illicit affair with another person. എന്നാൽ ആ സ്ത്രീക്ക് മറ്റൊരു യുവാവുമായി അവിഹിത ബന്ധം ഉണ്ടായിരുന്നു. And in order to run away with that man, ആ മനുഷ്യന്റെ ഒപ്പം ഓടിപ്പോകുന്നതിനു വേണ്ടി she poisons her 2 children in their milk. അവൾ തന്റെ 2 മക്കൾക്കും പാലിൽ വിഷം കലർത്തി കൊടുത്തു. As their mouth was foaming, she locked the door and traveled along with him. അവരുടെ വായിൽ നിന്ന് നുരയും പതയും വരുമ്പോൾ അവൾ വാതിൽ അടച്ചിട്ട് തന്റെ കാമുകനോടൊപ്പം ഓടിപ്പോയി. And this is so shocking. ഇത് വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു. In China 2 years ago, 2 വർഷങ്ങൾക്ക് മുൻപ് ചൈനയിൽ there were a husband and wife, they were having a heated discussion, they were having an argument. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ചൂടേറിയ വാഗ്വാദം നടക്കുകയായിരുന്നു. And in the heat of the fight, അവർക്കിടയിലുള്ള കലഹം ചൂട് പിടിച്ചപ്പോൾ the wife got so angry. ഭാര്യയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. She picked up her 9-month-old child. അവൾ തന്റെ 9 മാസം പ്രായമുള്ള കുഞ്ഞിനെ എടുത്തു. And she goes to the main road. മെയിൻ റോഡിലേക്ക് പോയി. There is a lorry coming there. ഒരു ലോറി വരുന്നുണ്ടായിരുന്നു. She threw the child under the tires of the lorry. അവൾ തന്റെ കുഞ്ഞിനെ ആ ലോറിയുടെ അടിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. And she sees the lorry smashing the child. ലോറി ആ കുഞ്ഞിന്റെ മേൽ കയറി ഇറങ്ങുന്നത് അവൾ കണ്ടു. She goes back into the house. അവൾ വീട്ടിലേക്ക് തിരിച്ചുപോയി. There is a 6-year-old boy. അവിടെ 6 വയസ്സുള്ള ഒരു ബാലനുണ്ടായിരുന്നു. She picks him up. അവൾ ആ കുഞ്ഞിനെ എടുത്തു. She comes to the road to throw him again to the lorry. അവൾ വീണ്ടും ആ കുഞ്ഞിനെ ലോറിയുടെ അടിയിലേക്ക് എറിയുവാൻ കൊണ്ടുവന്നു. The public stopped her. എന്നാൽ പൊതുജനങ്ങൾ അവളെ തടുത്തു നിർത്തി. I can tell you so many stories, you will not sleep in the night. ഇതുപോലെ നിരവധി കഥകൾ പറയുവാൻ എനിക്ക് കഴിയും. ഇത് കേട്ടാൽ നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുകയില്ല. What is this? ഇതെല്ലാം എന്താണ്? They lose their natural affection. അവർക്ക് സ്വാഭാവികമായ വാത്സല്യം നഷ്ടപ്പെടുന്നു. Many years ago, in my school ministry, I taught a song to the children. നിരവധി വർഷങ്ങൾക്ക് മുൻപ് ഞാൻ സ്കൂൾ മിനിസ്ട്രി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു പാട്ട് പഠിപ്പിച്ചു കൊടുത്തു. The song says, "The Lord is the light of my salvation." ആ പാട്ട് ഇപ്രകാരമാണ് പറയുന്നത്: ദൈവം എൻ്റെ രക്ഷയുടെ വെളിച്ചമാണ്. And then in the stanza, there's a line in Tamil song which says, "தாயும் தந்தையும் என்னை தள்ளிவிட்டாலும் தந்தை இயேசு என்னை சேர்த்துக் கொள்ளுவார்." അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും യേശുക്രിസ്തു എന്നെ When I ചേർക്കുമെന്ന്. sang that song, ഞാൻ ആ പാട്ട് the പാടിയപ്പോൾ children all sang. കുട്ടികൾ അത് ഏറ്റുപാടി. After the class, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം one non-Christian boy comes to me. ഒരു അക്രൈസ്തവനായ ബാലൻ എൻ്റെ അരികിലെത്തി. And he got very angry with me and he was arguing with me. അവൻ എന്നോട് ദേഷ്യപ്പെട്ട് എന്നോട് വാഗ്വാദം ചെയ്യുകയായിരുന്നു. What song are you teaching, sir? അവൻ ചോദിച്ചു, നിങ്ങൾ എന്ത് പാട്ടാണ് പഠിപ്പിച്ചത്? தாயும் தந்தையும் தள்ளி விட்டாலும் என்ன சார் தாயவே அப்படி அவமதிக்கிறீங்க நீங்க? You are trying to discredit the love of the mother. സാർ, നിങ്ങൾ അമ്മയുടെ സ്നേഹത്തെ തരം താഴ്ത്തുവാൻ ശ്രമിക്കുന്നു. Why are you people writing songs like this? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലെയുള്ള പാട്ടുകൾ രചിക്കുന്നത്? I am not saying the mother will lose the love. I am saying even if she loses, the Lord will take you up. അമ്മയുടെ സ്നേഹം നഷ്ടപ്പെടുമെന്നല്ല ഞാൻ പറഞ്ഞത്. അമ്മയുടെ സ്നേഹം നഷ്ടപ്പെട്ടാലും ദൈവം നിന്നെ സ്നേഹിക്കും, ദൈവം നിന്നെ കരം പിടിച്ച് വഴി നടത്തുമെന്നാണ് പറഞ്ഞത്. But today, എന്നാൽ ഇന്ന് if you see the stories, നിങ്ങൾ ഇതുപോലെയുള്ള കഥകൾ കേൾക്കുകയാണെങ്കിൽ natural affection is no longer there. സ്വാഭാവികമായ വാത്സല്യം ഇപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കില്ല. Mother's love is disappearing. അമ്മമാരുടെ സ്നേഹം സാവധാനത്തിൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. Father's love disappearing. പിതാവിന്റെ സ്നേഹം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. Now people are starting to love their work more than their children and their wife and their husband. ഇപ്പോൾ മക്കളെക്കാൾ അധികം, ഭാര്യമാരെക്കാൾ അധികം, ഭർത്താക്കന്മാരെക്കാൾ അധികം ജനങ്ങൾ ജോലിയെയാണ് സ്നേഹിക്കുന്നത്. The wife doesn't love the children because she is more interested in earning money. ഭാര്യമാർ കുഞ്ഞുങ്ങളെയല്ല സ്നേഹിക്കുന്നത്, അവർക്ക് സമ്പാദിക്കുവാനാണ് കൂടുതൽ താല്പര്യം. കുഞ്ഞുങ്ങളെക്കാൾ അധികം അവർ പണത്തെ സ്നേഹിക്കുന്നു. Natural love is lost. സ്വാഭാവികമായ സ്നേഹം സാവധാനത്തിൽ In അപ്രത്യക്ഷമാകുകയാണ്. Genesis 3:16, ഉൽപ്പത്തി 3:16 വാക്യത്തിൽ the Lord looked at Eve and said, ദൈവം ഹവ്വയെ നോക്കിക്കൊണ്ട് അവളോട് പറയുന്നു, "Your desire will be for your husband." ഹവ്വ, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകുമെന്ന് ദൈവം വ്യക്തമായി ഹവ്വയോട് പറയുന്നുണ്ട്. That is natural desire. അത് സ്വാഭാവികമായ ആഗ്രഹമാണ്. After you get your child married, you will see that. നിങ്ങളുടെ കുഞ്ഞിന്റെ വിവാഹം കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനാകും. You'll see that the girl who was so dear to you, after she gets married, she just forgets you and loves the husband with all her heart.
നിങ്ങളെ വളരെയധികം സ്നേഹിച്ചിരുന്ന നിങ്ങളുടെ മകൾ വിവാഹത്തിന് ശേഷം നിങ്ങളെ മറക്കും, തൻ്റെ ഭർത്താവിനെ കൂടുതലായി സ്നേഹിക്കും. That is natural love. അത് സ്വാഭാവികമായ സ്നേഹമാണ്. But the Bible says in the last days this natural affection will be gone. എന്നാൽ അന്ത്യകാലത്ത് സ്വാഭാവികമായ വാത്സല്യം അപ്രത്യക്ഷമാകുമെന്ന് വചനം പറയുന്നു. People will not love their partners. ജനങ്ങൾ തങ്ങളുടെ പങ്കാളികളെ അത്രമാത്രം സ്നേഹിക്കുകയില്ല. Marriage will be a marriage of convenience. വിവാഹം സൗകര്യത്തിനുള്ള ഒരു ഉടമ്പടിയായി തീരും. People will love money more than their wife, more than her. Things will be more important. ജനങ്ങൾ ഭാര്യമാരെക്കാൾ അധികം സമ്പത്തിനെ സ്നേഹിക്കും, സുഖ സൗകര്യങ്ങളെ സ്നേഹിക്കും. Natural love is gone. സ്വാഭാവികമായ സ്നേഹം അപ്രത്യക്ഷമായി. Do you know there is a new trend picking up called virtual love? ഇപ്പോൾ അവാസ്തവികമായ സ്നേഹം എന്ന ഒരു പുതിയ പ്രവണത ഉടലെടുക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? Virtual love. അവാസ്തവികമായ സ്നേഹം. What is virtual love? എന്താകുന്നു അവാസ്തവികമായ സ്നേഹം? Both of these people who say that they love each other, they will never meet each other in real life. തങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന രണ്ടു പേർ യഥാർത്ഥ ജീവിതത്തിൽ ഒരിക്കലും പരസ്പരം കണ്ടുമുട്ടുകയില്ല. All the time the only love they share is before their computer screens or their texting. അവർ കമ്പ്യൂട്ടറിലൂടെ മാത്രമാണ് തങ്ങളുടെ സ്നേഹം എല്ലായ്പ്പോഴും പരസ്പരം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. They call this virtual love. അവർ ഈ സ്നേഹത്തെ അവാസ്തവികമായ സ്നേഹമെന്ന് വിളിക്കുന്നു. Now a new trend is picking up. ഇപ്പോൾ ഒരു പുതിയ പ്രവണത ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. They call it robotic love. അവർ ഇതിനെ റോബോട്ടിക് ലവ് എന്ന് വിളിക്കുന്നു. Robotic love. റോബോട്ടിക് ലവ്. Look at this picture that I put up. ഈ ചിത്രം നോക്കുവിൻ. The man is a famous Hollywood actor. ഈ മനുഷ്യൻ സുപ്രസിദ്ധനായ ഒരു ഹോളിവുഡ് നടനാണ്. The person standing opposite to him is not a woman, she is a robot. ഈ വ്യക്തിയുടെ എതിരിൽ നിൽക്കുന്ന വ്യക്തി ഒരു സ്ത്രീയല്ല, സത്യത്തിൽ ഒരു റോബോട്ടാണ്. Her name is Sophia. അവളുടെ പേര് സോഫിയ എന്നാണ്. And he is trying to talk to her and make her love him. ഈ മനുഷ്യൻ അവളോട് സംസാരിക്കുവാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവളുടെ സ്നേഹം പിടിച്ചു പറ്റുവാനാണ് ഇയാളുടെ ശ്രമം. And he is trying to kiss the robot. അവൻ ഈ റോബോട്ടിനെ ഉമ്മ വയ്ക്കുവാൻ ശ്രമിക്കുന്നു. They say അവർ പറയുന്നു, this robo is back ordered in Japan. They are not able to clear the orders. So many men have ordered robotic women to start a family with them. ഒരു കുടുംബജീവിതം ആരംഭിക്കുന്നതിന് വേണ്ടി നിരവധി പുരുഷന്മാർ റോബോട്ടിക് സ്ത്രീകൾക്ക് വേണ്ടി ഓർഡർ നൽകിയിട്ടുണ്ട്. എന്നാൽ എല്ലാ ഓർഡറുകൾക്കനുസരിച്ചും സ്ത്രീകളെ നൽകുവാൻ സാധിച്ചിട്ടില്ലത്രേ. ജപ്പാനിലാണ് ഇത് നടക്കുന്നത്. In the last days terrible times will come. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് വേദപുസ്തകം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. People will love themselves. ജനങ്ങൾ തങ്ങളെ തന്നെ സ്നേഹിക്കും. And they will have very unnatural love. അവർക്ക് അസ്വാഭാവികമായ സ്നേഹം ഉണ്ടായിരിക്കും. Do you know in our country another love is spreading? നമ്മുടെ രാജ്യത്ത് മറ്റൊരു തരം സ്നേഹം പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ? It is not loving their partner, loving people. ഈ സ്നേഹം ജനങ്ങളെയോ അല്ലെങ്കിൽ പങ്കാളികളെയോ സ്നേഹിക്കുന്ന സ്നേഹമല്ല. They have turned their love to pets, pet love. അവർ തങ്ങളുടെ സ്നേഹം തങ്ങളുടെ ഓമന മൃഗങ്ങളിലേക്ക് തിരിച്ചു വിട്ടിരിക്കുന്നു. They have so much of love for their dog, their cats and lot of other things. അവർ പട്ടികളെയും അതുപോലെ തന്നെ പൂച്ചകളെയും വളരെയധികം സ്നേഹിക്കുന്നു. They will not mind walking the dog for 1 hour, 2 hours, walking with the dog. 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നായ്ക്കളോടൊപ്പം നടക്കുവാൻ അവർക്കൊരു മടിയുമില്ല. But they cannot walk with their wife for 10 minutes. എന്നാൽ 10 മിനിറ്റ് നേരം തന്റെ ഭാര്യയോടൊപ്പം നടക്കുവാൻ അവർക്ക് കഴിയില്ല. They can spend time cuddling their pets for hours, but they never hug their children as they even love their pets. അവർ തങ്ങളുടെ ഓമന മൃഗങ്ങളോടൊപ്പം മണിക്കൂറുകൾ ചെലവഴിക്കും. എന്നാൽ കുഞ്ഞുങ്ങളെ ഒരിക്കലും ഒന്ന് കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യില്ല. Unnatural love. അസ്വാഭാവികമായ സ്നേഹം. I'll tell you some few true incidents. ഞാൻ ചില യഥാർത്ഥ സംഭവങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. We all know about Michael Jackson. നമുക്കെല്ലാവർക്കും മൈക്കിൾ ജാക്സനെ കുറിച്ച് അറിയാമല്ലോ. He was a pop singer. അദ്ദേഹം ഒരു പോപ്പ് സിംഗർ ആയിരുന്നു. Before he died, അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് he had a pet monkey. അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഓമന മൃഗമുണ്ടായിരുന്നു, ഒരു കുരങ്ങൻ. It was called Bubbles. ആ കുരങ്ങന്റെ പേര് ബബിൾസ് എന്നായിരുന്നു. And he left $2 million
as money to be paid after his death to the monkey. താൻ മരിച്ചതിന് ശേഷം ആ കുരങ്ങന് കൊടുക്കുവാൻ വേണ്ടി $2 മില്യൺ മൈക്കൽ ജാക്സൺ എഴുതി വെച്ചത്. $20 ലക്ഷം എவ்வளோன்னா 14 கோடி. ഏകദേശം 14 കോടി രൂപ. നമ്മ യോസിக்கிறோம் நம்ம പേര് ബബിൾസ് ആയിരുന്നാ நல்லா இருக்குമേന്ന്. നമ്മുടെ പേര് ബബിൾസ് എന്നായിരുന്നുവെങ്കിൽ നന്നായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നു. 14 crores 14 കോടി രൂപ as money left behind for a monkey. ഒരു കുരങ്ങന് വേണ്ടി അദ്ദേഹം എഴുതി വെച്ച തുകയാണത്. If this is shocking to you, ഇത് നിങ്ങളെ ഞെട്ടിപ്പിക്കുന്നുണ്ടെങ്കിൽ, there was a lady called Miles Blackwell. മൈൽസ് ബ്ലാക്ക്വെൽ എന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. She was a writer, very big millionaire. അവർ ഒരു എഴുത്തുകാരിയായിരുന്നു, ഒരു കോടീശ്വരിയും. She reared a hen by the name of Gigu. അവർ ഗിഗു എന്ന പേരിൽ ഒരു പൂവൻ കോഴിയെ വളർത്തിയിരുന്നു. And she wrote $10 million as money to be given after her death to the hen. തന്റെ മരണശേഷം ആ പൂവൻ കോഴിക്ക് നൽകുന്നതിന് വേണ്ടി $10 ദശലക്ഷം അവർ എഴുതി വെച്ചത്. That means 70 crores Indian rupees. അതായത് ഏകദേശം 70 കോടി രൂപ. If this is shocking to you, ഇത് നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണെങ്കിൽ, there is another lady by the name of Oprah Winfrey, a very famous talk show in America. ഓപ്ര വിൽഫ്രി എന്ന മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ വളരെ പ്രശസ്തയായിരുന്നു. She has 5 dogs. അവർക്ക് 5 പട്ടികൾ ഉണ്ടായിരുന്നു. Still she has 5 dogs. ഇപ്പോഴും അവർക്ക് 5 പട്ടികളുണ്ട്. These 5 dogs, she has written $30 million, which is 210 Indian rupee crores for 5 dogs. ഈ 5 പട്ടികൾക്ക് വേണ്ടി അവർ എഴുതി വെച്ചിരിക്കുന്നത് $13 ദശലക്ഷം. അതായത് ഇന്ത്യൻ രൂപയുടെ കണക്കിൽ ഏകദേശം 210 കോടി രൂപ. In America, they have pets like snakes, rats, cockroach, spider. Spend so much of money. അമേരിക്കയിൽ അവർ തങ്ങളുടെ ഓമനകളായി പാമ്പുകളെയും അതുപോലെ തന്നെ എട്ടുകാലികളെയും കൂറകളെയും ചിലന്തികളെയും വളർത്തുന്നു. അവയ്ക്ക് വേണ്ടി അവർ ധാരാളം പണം ചെലവഴിക്കുകയും ചെയ്യുന്നു. The first attack on human society will be take away the nature of God, which is love. മനുഷ്യ സമൂഹത്തിന്മേൽ ഉണ്ടാകുന്ന ആദ്യത്തെ ആക്രമണം ഇതാണ്. അവരുടെ സ്വാഭാവികമായ സ്നേഹം അവരിൽ നിന്ന് എടുത്തു മാറ്റുക എന്നതാണ്. They become selfish lovers. അവർ സ്വാർത്ഥ സ്നേഹത്തിന് അടിമപ്പെട്ടവരായി മാറുന്നു, സ്വസ്നേഹികളായി തീരുന്നു. The second sign, രണ്ടാമത്തെ അടയാളം, I want to categorize it under the title, in the last days the human society will have no accountability. അന്ത്യകാലത്ത് മനുഷ്യ സമൂഹത്തിന് യാതൊരുവിധ ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുകയില്ല. അവർ ആരുടെയും ചുമതലകൾ ഏൽക്കുകയില്ല. യാർക്കും കണക്ക് കൊടുക്കാൻ വേണ്ടിയില്ല. I don't have to be accountable to anybody. ഞാൻ ആർക്കും കണക്ക് കൊടുക്കുകയില്ല. എനിക്ക് ആരോടും ഒരു ഉത്തരവാദിത്വവുമില്ല. Which means, അതിന്റെ അർത്ഥം, I will be independent, I will be rebellious, and I will have complete freedom. ഞാൻ സ്വതന്ത്രനായിരിക്കും, ഞാൻ കലഹപ്രിയനായിരിക്കും, എനിക്ക് എല്ലാ കാര്യങ്ങളിലും എപ്പോഴും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. There are 2 words which has actually proved this prophecy. സത്യത്തിൽ 2 വാക്കുകളിലൂടെയാണ് ഈ പ്രവചനം നിവൃത്തിയായത്. What are the 2 words in today's society? ഇന്നത്തെ സമൂഹത്തിൽ ആ 2 വാക്കുകൾ ഏതെല്ലാമാണ്? One is freedom, the other word is rights. ഇന്നത്തെ സമൂഹത്തിൽ ആ 2 വാക്കുകൾ ഏതെല്ലാമാണ്? ഒന്നാമത്തെ വാക്ക് സ്വാതന്ത്ര്യം, രണ്ടാമത്തെ വാക്ക് അവകാശം. There are 7 things I want to bring under this category among the 19. ഈ കാറ്റഗറിയിൽ 19 അടയാളങ്ങളിൽ 7 അടയാളങ്ങളെ കുറിച്ച് ഞാൻ പറയട്ടെ. Number 1, ഒന്നാമത്തേത്, the children will be disobedient to parents. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കാത്തവരായി തീരും. Children will be irreconcilable. കുഞ്ഞുങ്ങൾ പൊരുത്തപ്പെടുവാൻ കഴിയാത്തവരായിരിക്കും. They will be ungrateful. അവർ നന്ദിയില്ലാത്തവരായിരിക്കും. People will be slanderers. ജനങ്ങൾ ദൂഷകന്മാരായിരിക്കും. People will be traitors. ജനങ്ങൾ വിശ്വാസവഞ്ചകന്മാരായിരിക്കും. People will be boastful and proud. ജനങ്ങൾ വമ്പു പറയുന്നവരും അതുപോലെ തന്നെ അഹങ്കാരികളുമായിരിക്കും. All this you can categorize under the last days human society
will have no accountability for anybody else. അന്ത്യകാലത്ത് മനുഷ്യ സമൂഹത്തിൽ ജീവിക്കുന്നവർക്ക് മറ്റാരോടും ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. അവർ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നവരായിരിക്കും. അവർ ആർക്കും അടിമപ്പെടുകയില്ല. അവർ സ്വതന്ത്രരായിരിക്കും. Is it happening today? അതിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ? നടക്കുതാ ഇല്ലയാ? In the previous generation, നമ്മൾ കഴിഞ്ഞ തലമുറയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ people were very respectful and fearful of their parents. അന്ന് ജനങ്ങൾ മാതാപിതാക്കളെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. മാത്രമല്ല അവരെ ഭയപ്പെടുകയും ചെയ്തിരുന്നു. In school, they used to respect the teachers a lot. സ്കൂളിൽ അവർ അധ്യാപകരെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. But what is happening now? എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? Just the opposite. അതിന്റെ എതിരാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Parents and teachers are afraid of the children. മാതാപിതാക്കളും അധ്യാപകരും സത്യത്തിൽ കുട്ടികളെ വളരെയധികം ഭയപ്പെടുകയാണ്. The children are threatening their parents. കുട്ടികൾ തങ്ങളുടെ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുന്നു. They don't want to obey. അവർ അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. Rebellious. അവർ എപ്പോഴും കലഹപ്രിയരാണ്. I will do what I want. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. Don't interfere in my life. എന്റെ ജീവിതത്തിൽ ഇടപെടരുത്. If you give them some counseling, നിങ്ങൾ അവരെ ഉപദേശിക്കുകയാണെങ്കിൽ don't torture me, mummy. അവർ ഉടനടി ഇപ്രകാരം പറയും, അമ്മ എന്നെ പീഡിപ്പിക്കരുത്. Cannot even think such words. അതുപോലെയുള്ള വാക്കുകൾ പറയുന്നതിനെ കുറിച്ച് ചിന്തിക്കുവാൻ പോലും എനിക്ക് കഴിയില്ല. But these days it's becoming so common. എന്നാൽ ഇക്കാലത്ത് അത്തരം വാക്കുകൾ സർവ്വസാധാരണമായിരിക്കുന്നു. When I went to Malaysia last week, ഞാൻ കഴിഞ്ഞ ആഴ്ച മലേഷ്യയിലേക്ക് പോയപ്പോൾ after the meeting was over, യോഗത്തിന് ശേഷം after one session I was about to go to the room, ഞാൻ എൻ്റെ മുറിയിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുകയായിരുന്നു. and then one sister came. ആ സമയത്ത് ഒരു സഹോദരി വന്നു. Pastor, I need one small help. പാസ്റ്റർ, എനിക്കൊരു ചെറിയ സഹായം ചെയ്യണം. What is it, sister? ഞാൻ ചോദിച്ചു, എന്താണ് വേണ്ടതെന്ന്. In the next session, അടുത്ത സെഷനിൽ please speak about children must obey their parents. കുട്ടികൾ തങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കണം എന്ന വിഷയത്തെക്കുറിച്ച് ദയവായി സംസാരിക്കുമോ? I don't know what to say. എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. I told her, ഞാൻ പറഞ്ഞു, Amma, you are asking me, please speak about my children obeying me. സഹോദരി, എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ അനുസരിക്കണം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ സഹോദരി എന്നോട് ആവശ്യപ്പെടുന്നു. But the children are coming and telling me, എന്നാൽ കുട്ടികൾ വന്ന് എന്നോട് ഇപ്രകാരം പറയുകയാണ്, please talk to my parents, they have to obey us. They are not listening to us at all. പാസ്റ്റർ, ദയവായി എൻ്റെ മാതാപിതാക്കൾ എന്നെ അനുസരിക്കണം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കൂ. ഞങ്ങൾ പറയുന്നത് അവർ കേൾക്കുന്നില്ല. My daddy is not buying what I am asking him. എൻ്റെ ഡാഡി ഞാൻ ആവശ്യപ്പെട്ടതൊന്നും എനിക്ക് വാങ്ങിത്തരുന്നില്ല. My mother is not listening to me at all. എൻ്റെ അമ്മ ഞാൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല. Please speak, pastor. Tell them. പാസ്റ്റർ, ദയവായി അവരോട് ഇത് പറയണമേ. Tell them to respect our feelings. We also have feelings, pastor. പാസ്റ്റർ, ഞങ്ങളുടെ വികാരങ്ങളെ മാനിക്കുവാൻ അവരോട് പറയൂ. I went to a school in a slum. ഞാൻ ഒരു ചേരിയിലുള്ള സ്കൂളിലേക്ക് പോകുവാൻ ഇടയായി. Before I handled the class, ഞാൻ ക്ലാസ് കൈകാര്യം ചെയ്യുന്നതിന് മുൻപ് the headmaster is calling me to his room. ഹെഡ് മാസ്റ്റർ തന്റെ മുറിയിലേക്ക് എന്നെ വിളിച്ചു. He's saying, brother, അദ്ദേഹം പറഞ്ഞു, thank you for coming to our school. താങ്കൾ വന്നതിൽ എനിക്ക് നന്ദിയുണ്ട്. I never thought you will come to our school. താങ്കൾ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. But I have one small warning. എന്നാൽ ഒരു മുന്നറിയിപ്പ് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Some of the students will be fully drugged. They are in drugs. ചില വിദ്യാർത്ഥികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണ്. If they make any noise, they try to come and beat you or something, you just come out. അവർ എന്തെങ്കിലും ശബ്ദമുണ്ടാക്കിയാൽ താങ്കളെ അടിക്കുവാൻ മുതിർന്നാൽ താങ്കൾ ഉടനടി ക്ലാസ്സിൽ നിന്ന് പുറത്തു വരണം. எப்படி என் பாதுகாப்புக்கு ஒரு சொல்லி அனுப்புறாரு, பத்திரமா வெளியே வாங்கன்றாரு. இது ஸ்கூலா இது ஜெயிலா என்னன்னே தெரியல. இது நம்ம சிரிக்கிறோம், but this is how the society is turning. എന്നാൽ ഇന്നത്തെ സമൂഹം അത്തരമൊരു അവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. Rebellion, no regard for authority, no respect. കലഹപ്രിയർ, അതുപോലെ തന്നെ അധികാരങ്ങളെ മാനിക്കാത്തവർ, ഒരിക്കലും ആരെയും ബഹുമാനിക്കാത്തവർ എന്നിവരാൽ നിറഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ സമൂഹം. They will never listen to their parents. അവർ ഒരിക്കലും തങ്ങളുടെ മാതാപിതാക്കൾ പറയുന്നത് കേൾക്കുകയില്ല. Every authority they will make fun of. എല്ലാ അധികാര കേന്ദ്രങ്ങളെയും അവർ കളിയാക്കും, പുച്ഛിച്ച് തള്ളും. You cannot give them any rules. ഒരു നിയമവും അവർക്ക് നൽകുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. How is the church these days? ഇക്കാലത്ത് ദൈവാലയങ്ങൾ എങ്ങനെയുള്ളതാണ്? Very sadly I'm saying this.
ഞാൻ ദുഃഖത്തോടെയാണ് ഈ കാര്യം പറയുന്നത്. This poison in the society is actually spreading very fast inside the churches. സമൂഹത്തിലെ ഇതുപോലെയുള്ള വിഷം നിറഞ്ഞ കാര്യങ്ങൾ അതിവേഗത്തിൽ സഭയിൽ വ്യാപിക്കുകയാണ്. And many pastors are advocating this. നിരവധി പാസ്റ്റർമാർ ഇതിനെ അനുകൂലമായി സംസാരിക്കുന്നു. What is that? എന്താണത്? When you stand in a church, don't say do this, do that, this is right, that is right. No rules. No rules. നിങ്ങൾ സഭയിൽ നിൽക്കുമ്പോൾ ഇത് ചെയ്യരുത് അത് ചെയ്യരുത് എന്നിങ്ങനെയുള്ള നിയമങ്ങളൊന്നും പാടില്ല. That is all Old Testament, Old Covenant. അതെല്ലാം പഴയ നിയമകാലത്തെ ഉടമ്പടികളാണ്. Now we are in grace. നമ്മളിപ്പോൾ കൃപയുടെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. We are all free. നമ്മൾ എല്ലാവരും സ്വതന്ത്രരാണ്. So do whatever you want. ആകയാൽ ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുവിൻ. Wear whatever you want. Live as you want. You are all the children of God. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കുവിൻ, ഇഷ്ടമുള്ളത് ചെയ്യുവിൻ. നിങ്ങൾ എല്ലാവരും സർവശക്തനായ ദൈവത്തിന്റെ മക്കളാണ്. If you say don't do this, you are speaking Old Testament. You are speaking the law. നിങ്ങൾ ഇപ്രകാരം ചെയ്യരുത് അതുപോലെ ചെയ്യുവിനെന്ന് പറഞ്ഞാൽ അവർ ഉടനടി പറയും നിങ്ങൾ പഴയ നിയമമാണ് സംസാരിക്കുന്നത്. No, it is law. അതെല്ലാം നിയമങ്ങളാണ്. ഇത് ന്യായപ്രമാണങ്ങൾ. ന്യായപ്രമാണത്തെ പേശിച്ചേക്കാർ പറഞ്ഞ നിങ്ങൾ ന്യായപ്രമാണത്തെക്കുറിച്ച് സംസാരിക്കരുത്, അതെല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നു. That's how the churches are going these days. സഭകളിൽ പോലും ഇപ്പോൾ അതുപോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. Societal degradation. ഈ സമൂഹം അധോഗതി പ്രാപിച്ചിരിക്കുന്നു. Where did this start? എവിടെ നിന്നാണ് ഇതെല്ലാം ആരംഭിച്ചത്? How did this come about? എങ്ങനെയാണ് ഇതെല്ലാം സംഭവിച്ചത്? Please don't misunderstand me, but I'm going to say something very important. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത്. Now, many of us, including me, unknowingly, we actually have opened our children to watch cartoons. See? ഞാൻ ഉൾപ്പെടുന്ന നമ്മിൽ അനേകർ സ്വയം അറിയാതെ നമ്മുടെ കുട്ടികൾക്ക് കാർട്ടൂണുകൾ കാണിച്ചു കൊടുക്കുന്നു. കാർട്ടൂണുകൾ കാണുവാൻ നമ്മൾ അവരെ അനുവദിക്കുകയും ചെയ്യുന്നു. If they want to eat, play a cartoon movie. അവർ ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ ഉടനടി ഒരു കാർട്ടൂൺ മൂവി ഇട്ടുകൊടുക്കും. If the child is disturbing you a lot, നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളെ വളരെയധികം ശല്യപ്പെടുത്തുകയാണെങ്കിൽ go and watch that movie. നിങ്ങൾ ഉടനടി പറയും നീ പോയി കാർട്ടൂൺ കണ്ടിരിക്കൂ. We say, Pastor, there is no bad words, there is no vulgarity, the dress is very nice, it's just cats and dogs and donkeys and horses and mouse and cat, very harmless, Pastor. നമ്മൾ ഇങ്ങനെ പറയുന്നു, പാസ്റ്റർ കാർട്ടൂൺ കാണുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അതിൽ തെറ്റായിട്ടൊന്നുമില്ലല്ലോ. വെറുതെ പൂച്ചകളും പട്ടികളും അതുപോലെ തന്നെ കിളികളും സംസാരിക്കുന്നു, കളിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. The story is very decent. കഥകളെല്ലാം വളരെ നല്ല കഥകളാണ് താനും. It is harmless for the children. അത് കുഞ്ഞുങ്ങൾക്ക് ഒരു ഉപദ്രവവും ചെയ്യുകയില്ല. Because it is made for children. അത് കുട്ടികൾക്ക് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട പരിപാടികളല്ലേ. Some time ago, my son was watching a cartoon movie. Very nice, decent movie. കുറച്ചു കാലം മുൻപ് എൻ്റെ മകൻ ഒരു കാർട്ടൂൺ മൂവി, വളരെ നല്ല കാർട്ടൂൺ മൂവി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. I was sitting there and watching what he was watching. അവൻ എന്താണ് കാണുന്നതെന്ന് ഞാൻ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. And then I told my wife, പിന്നീട് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, this is something wrong in this. ഈ കാർട്ടൂണിൽ തെറ്റായിട്ടുള്ള എന്തോ ഒരു സന്ദേശമുണ്ട്. What is it? അതെന്താണ്? That character does not have a father or mother. ആ കഥാപാത്രത്തിന് ഒരു അമ്മയോ ഒരു അപ്പനോ ഇല്ല. ആ കഥാപാത്രം തികച്ചും അനാഥനാണ്. They are living totally in freedom to make their own choices. They run what they want, they marry whom they want, they live as they want. Not a single parent to come and give them counseling. അവർ തികച്ചും സ്വതന്ത്രമായി ജീവിക്കുന്നു, ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുന്നു, ഇഷ്ടമുള്ളവരെ വിവാഹം കഴിക്കുന്നു, ഇഷ്ടമുള്ളതുപോലെയെല്ലാം പ്രവർത്തിക്കുന്നു. അവരെ ഉപദേശിക്കുവാൻ ഒരു മാതാവോ പിതാവോ ആരും മുന്നോട്ട് വരുന്നില്ല. Then I really wanted to do some research on this. പിന്നീട് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ഒരു ഗവേഷണം തന്നെ നടത്തി. When this sermon came up, ഞാൻ ഈ പ്രഭാഷണം നൽകുവാൻ തീരുമാനിച്ചപ്പോൾ I began to go and search lot of research what is going on in this industry. ഈ കാർട്ടൂൺ വ്യവസായത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ ഞാൻ നടത്തി. Then I discovered the truth. പിന്നീടാണ് ഞാൻ സത്യം കണ്ടെത്തിയത്. I will give you these truths. Please take it as a warning for you. ഈ സത്യം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. നിങ്ങൾ ഇതൊരു മുന്നറിയിപ്പായി സ്വീകരിക്കണം. This research was not made by pastors or any religious figures. ഈ ഗവേഷണം നടത്തിയത് പാസ്റ്റർമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും മതസ്ഥാപനത്തിന്റെ ഗുരുക്കന്മാരോ അല്ല. These are all made by secular professionals.
ഈ ഗവേഷണമെല്ലാം നടത്തിയത് ലോകത്തിലുള്ള വിദഗ്ധരായ ആളുകളാണ്. Now, this cartoon animated movie was brought to perfection or brought to popularity by a man named Walt Disney. വാൾട്ട് ഡിസ്നി എന്ന മനുഷ്യനാണ് ഈ കാർട്ടൂൺ ആദ്യമായി നിർമ്മിച്ചത്. അതിനെ ജനപ്രിയമാക്കി മാറ്റിയതും അദ്ദേഹം തന്നെയാണ്. But the interesting part of all the movies, cartoon movies he created was, എന്നാൽ അദ്ദേഹം നിർമ്മിച്ച എല്ലാ കാർട്ടൂൺ മൂവികളുടെയും വളരെ രസകരമായ ഒരു ഭാഗം ഇതായിരുന്നു. the father or mother is absent from the beginning of the story. കഥ ആരംഭിക്കുന്നത് മുതൽ തന്നെ മാതാപിതാക്കൾ കഥയിൽ നിന്ന് അപ്രത്യക്ഷരായിരിക്കും. Most cases, in the beginning of the story, the father or mother or both of them will be killed, captured or replaced by a wicked stepmother. കഥയുടെ ആരംഭത്തിൽ തന്നെ മാതാപിതാക്കൾ കൊല്ലപ്പെടും, അല്ലെങ്കിൽ ദുഷ്ടയായ ഒരു രണ്ടാനമ്മയുടെ ഉപദ്രവം നിമിത്തം മാതാപിതാക്കൾ ഓടിപ്പോകേണ്ടി വരും. So, the story will be like a dead mom, an absent dad, but a child growing with relatives. ആകയാൽ കഥ ആരംഭിക്കുമ്പോൾ തന്നെ കഥാപാത്രത്തിൻ്റെ അമ്മ മരിച്ചു പോയിരിക്കും, അച്ഛൻ അപ്രത്യക്ഷമായിരിക്കും, ആ കുഞ്ഞ് ബന്ധുക്കളോടൊപ്പം വളരുന്നതായിട്ടാണ് കാണുക. One of the producers of the movies, he says, this happens because Walt Disney lost his own mother when he was very, very young. കാർട്ടൂൺ മൂവികളുടെ പ്രൊഡ്യൂസർമാരിൽ ഒരാൾ ഇപ്രകാരം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വാൾട്ട് ഡിസ്നി വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് തൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടത്രേ. അതുകൊണ്ടാണ് കഥകളെല്ലാം ഇപ്രകാരമായി തീർന്നത്. തായ് ഇളന്നിരുന്നാർ. He lost his mother. അദ്ദേഹത്തിന് തൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു. And therefore all the stories he wrote was no mother, no father or no parents. It will be so beautifully portrayed. അതുകൊണ്ട് അദ്ദേഹം എഴുതിയ എല്ലാ കഥകളിലെയും കഥാപാത്രങ്ങൾക്ക് മാതാപിതാക്കൾ ഉണ്ടായിരിക്കുകയില്ല. I'll give you statistical figures. ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് നിങ്ങളോട് ചില വിവരങ്ങൾ പറയട്ടെ. There is a cartoon movie, harmless movie, beautiful movie called Pinocchio. മനോഹരമായ ഒരു കാർട്ടൂൺ മൂവിയുണ്ട്. ആ കാർട്ടൂൺ മൂവിയുടെ പേര് പിനാഷിയോ എന്നാണ്. The cartoon is a puppet. ആ കാർട്ടൂൺ ഒരു പപ്പറ്റിന്റെ കാർട്ടൂണാണ്. But no father, no mother. എന്നാൽ ആ പപ്പറ്റിന് മാതാപിതാക്കളില്ല. The puppet is reared by a fairy. ഒരു ഭൂതമാണ് ആ പപ്പറ്റിനെ വളർത്തി വലുതാക്കിയത്. Another movie, Peter Pan, for many years it was popular. മറ്റൊരു കാർട്ടൂൺ മൂവി പീറ്റർ പാൻ, വളരെ വർഷങ്ങൾ അത് ജനപ്രസിദ്ധി ആർജിച്ചതായിരുന്നു. The boys have no parents. ആ കാർട്ടൂൺ മൂവിയിലെ ബാലനെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നില്ല. They themselves appoint a mother. അവർ തന്നെ അവന് വേണ്ടി ഒരു അമ്മയെ നിയമിച്ചു കൊടുക്കുന്നു. There's another movie, very popular, loved by children, called Finding Nemo. കുട്ടികൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാർട്ടൂൺ മൂവിയാണ് ഫൈൻഡിങ് നീമോ. A story about a fish. ഇത് ഒരു മത്സ്യത്തെക്കുറിച്ചുള്ള കഥയാണ്. Now Nemo's mother, along with all Nemo's siblings, is killed in the beginning of the story. കഥ ആരംഭിക്കുമ്പോൾ തന്നെ നീമോയുടെ അമ്മയും ബന്ധുക്കളും എല്ലാവരും ദാരുണമായ രീതിയിൽ കൊല്ലപ്പെടുന്നു. ഇത് ഒരു മത്സ്യത്തെക്കുറിച്ചുള്ള കഥയാണ്. 101 Dalmatians. മറ്റൊരു കാർട്ടൂൺ മൂവിയാണ് 101 Dalmatians. It's only about dogs. അത് നായ്ക്കളെ കുറിച്ചുള്ള ഒരു കഥയാണ്. But എന്നാൽ there is one lady who is a stepmother to 84 puppies. അതിൽ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ 84 പട്ടിക്കുട്ടികളുടെ രണ്ടാനമ്മയാണ്. The Lion King, very famous movie. മറ്റൊരു പ്രസിദ്ധമായ കാർട്ടൂൺ മൂവിയാണ് ലയൺ കിങ്. The mother of Simba is a widow. The mother is a widow. അതിൽ കഥാപാത്രത്തിന്റെ അമ്മ ഒരു വിധവയാണ്. Ratatouille. മറ്റൊരു കാർട്ടൂൺ മൂവിയാണ് റാറ്ററ്റൂലി. It is about a small mouse, very interesting story. അത് ചെറിയൊരു ചുണ്ടലിയെ കുറിച്ചുള്ള രസകരമായ ഒരു കഥയാണ്. But from the beginning of the movie till the end, the mother is not even referred to. We don't know where the mother is. എന്നാൽ കഥയുടെ ആരംഭം മുതൽ അവസാനം വരെ ആ കഥയിലെങ്ങും അമ്മയുടെ പേർ സൂചിപ്പിക്കുന്നത് പോലുമില്ല. The father will come and visit the rat as a robber once in a while. പിതാവ് എപ്പോഴെങ്കിലും ഒരിക്കൽ ഒരു കള്ളനെ പോലെ വന്ന് ഈ റാറ്റിനെ കാണും. This is the story. ഇതാകുന്നു കഥ. Now these researchers, they say, what happens when children watch these movies? ഇപ്പോൾ ഗവേഷകർ ഇപ്രകാരം പറയുന്നു, കുട്ടികൾ ഇതുപോലെയുള്ള കാർട്ടൂൺ മൂവികൾ കാണുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്?
Listen to me carefully, very interesting. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. The main character of all these movies, they are forced to venture into the world all alone. ഈ കാർട്ടൂൺ മൂവികളിലെ മുഖ്യ കഥാപാത്രം ഞങ്ങൾക്ക് ആരുടെയും സഹായം ആവശ്യമില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് ലോകത്തെ അതിജീവിക്കും എന്ന മനോഭാവത്തോടെ ജീവിക്കുന്നവരാണ്. We force, நாங்க உலகத்தை தனியா சந்திக்கிறோம், யாரும் எங்களுக்கு தெரியாது, தெரிய தேவையில்லை, எங்களுக்கு யாரும் எங்க கூட இல்லை, நாங்களே எங்க உலகத்தை நாங்க தனியா சந்திக்கிறோம். Number 2, the message is, without parental guidance and protection, the character learns skills to overcome obstacles in life. ഈ കാർട്ടൂൺ മൂവികൾ നൽകുന്ന രണ്ടാമത്തെ സന്ദേശം, മാതാപിതാക്കളുടെ മാർഗനിർദ്ദേശമില്ലാതെ, സംരക്ഷണയില്ലാതെ ലോകത്തിലെ ഏതൊരു തടസ്സത്തെയും അതിജീവിക്കുന്നതിനുള്ള കഴിവ് ഇവർ നേടുന്നു എന്നതാണ്. The third message, മൂന്നാമത്തെ സന്ദേശം, we can eventually overcome all the adversities because the story ends in happily ever after. നമുക്ക് സകല പ്രതികൂലങ്ങളെയും വിജയകരമായി തരണം ചെയ്യുവാൻ സാധിക്കുമെന്നൊരു സന്ദേശമാണ് മൂന്നാമതായി കാർട്ടൂൺ മൂവികൾ നൽകുന്നത്. കാരണം കഥകളെല്ലാം വളരെ സന്തോഷത്തോടെയാണ് അവസാനിക്കുന്നത്. You know what's the message? It's a very innocent looking movie. വളരെ നിഷ്കളങ്കമായി തോന്നാമെങ്കിലും എന്താണ് ഈ മൂവികൾ നൽകുന്ന But സന്ദേശം? what's the indirect message? എന്നാൽ എന്താണ് പരോക്ഷമായ സന്ദേശം? Number 1, ഒന്നാമതായി, a child, a character can survive and flourish in the real world without parents' intervention. മാതാപിതാക്കളുടെ ഇടപെടൽ കൂടാതെ ഒരു കുട്ടിക്ക്, അതായത് കഥാപാത്രത്തിന് ഈ ലോകത്തെ അതിജീവിക്കുവാനും ലോകത്തിൽ സമൃദ്ധി പ്രാപിക്കുവാനും സാധിക്കും. The second message is, രണ്ടാമത്തെ സന്ദേശം, when your parents are absent, actually you learn better skills for survival. സത്യത്തിൽ മാതാപിതാക്കൾ നിങ്ങളോടൊപ്പം ഇല്ലാതെയാകുമ്പോഴാണ് ലോകത്തിൽ അതിജീവനത്തിനുള്ള കൂടുതൽ നല്ലതായ താലന്തുകൾ നിങ്ങൾക്ക് വളർത്തിയെടുക്കുവാൻ സാധിക്കുന്നത്. The third message is, മൂന്നാമത്തെ സന്ദേശം, parents are actually a barrier for development and growth. യഥാർത്ഥത്തിൽ ജീവിതത്തിലെ വളർച്ചയ്ക്കും പുരോഗതിക്കും തടസ്സമായി നിൽക്കുന്നത് മാതാപിതാക്കളാണെന്ന സന്ദേശവും ഇത് നൽകുന്നു. Very important message, I'll tell you now. വളരെ പ്രധാനപ്പെട്ട സന്ദേശം ഞാൻ പറയട്ടെ. In all these cartoon movies, ഈ കാർട്ടൂൺ മൂവികളിലെല്ലാം the mother is portrayed as a baby making machine. Once the child is delivered, the mother has no role in the child's growth. എല്ലാ കാർട്ടൂൺ മൂവികളിലും അമ്മ കുഞ്ഞുങ്ങളെ നിർമ്മിക്കുന്ന ഒരു യന്ത്രം എന്ന പോലെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നീട് കുഞ്ഞിന്റെ വളർച്ചയിൽ അമ്മയ്ക്ക് യാതൊരു പങ്കുമില്ലെന്ന സന്ദേശം ഈ മൂവികൾ നൽകുന്നു. That means her role is finished. അതായത് പിന്നീട് അമ്മ എന്ന കഥാപാത്രത്തിന് യാതൊരു സ്ഥാനവുമില്ല. I will go where I want to go. I will marry whom I want to marry. I will make all the decisions for my life. I don't need the intervention of parents. എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഞാൻ പോകും, ഇഷ്ടമുള്ളവരെ വിവാഹം കഴിക്കും, എൻ്റെ ജീവിതത്തിൽ ആരും ഇടപെടേണ്ട ആവശ്യമില്ല. Now, these researchers, they say, ഈ ഗവേഷകർ പറയുന്നു, after 80 years of such poisoning the children in US, 80 വർഷക്കാലം അമേരിക്കയിൽ ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് കാർട്ടൂൺ വിഷം നൽകിയതിന് ശേഷം the children have learned much and much more to discard, disobey and desert their parents. മാതാപിതാക്കളെ ഉപേക്ഷിക്കുവാനും അവരോട് അനുസരണക്കേട് കാണിക്കുവാനും അവരെ തള്ളിക്കളയുവാനും അമേരിക്കയിലെ കുട്ടികൾ നല്ലവണ്ണം പഠിച്ചത്രേ. Children don't obey in US to their parents. അമേരിക്കയിലെ കുട്ടികൾ തങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല. Where did they learn? അതാണ് അവർ പഠിച്ചത്. Movies. ഇതുപോലെയുള്ള കാർട്ടൂൺ മൂവികളിലൂടെ. Now, ഇപ്പോൾ it can look very innocent on the outside, but if you look into the outcome of this, all the things that is written in the Bible actually comes as an outcome. നമ്മൾ ബാഹ്യമായി നോക്കുമ്പോൾ ഇതെല്ലാം വളരെ നിഷ്കളങ്കമായി തോന്നിയേക്കാം, ഒരു പ്രശ്നവുമില്ലെന്ന് തോന്നിയേക്കാം. എന്നാൽ ഇതിന്റെ അനന്തര ഫലങ്ങളെല്ലാം വേദപുസ്തകത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. Disobedient to parents, മാതാപിതാക്കളോടുള്ള അനുസരണക്കേട്, irreconcilable, ആരോടും ഇണങ്ങാത്ത സ്വഭാവം, ungrateful, നന്ദിയില്ലായ്മ, slandering, പരദൂഷണം പറച്ചിൽ, traitors, വഞ്ചകന്മാർ, boastful, വമ്പു പറയുന്നവർ, proud. അഹങ്കാരികൾ. The sign of the last days will be children or the society will have no accountability. അന്ത്യകാലത്തിന്റെ അടയാളം ഇതായിരിക്കും. കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ സമൂഹത്തിനും ആർക്കും ആരോടും ഒരു ഉത്തരവാദിത്തവും ഉണ്ടായിരിക്കുകയില്ല. കുഞ്ഞുങ്ങളും സമൂഹവും സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. The last one. അവസാനത്തേത്. I want to group this under this last title.
ഇത് അവസാന തലക്കെട്ടിൽ ഉൾപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. The third outcome of the last days in the society will be the society as a whole will have no abstinence. അന്ത്യകാലത്ത് സമൂഹത്തിൽ ഉണ്ടാകുന്ന മൂന്നാമത്തെ അടയാളം ഇതാണ്. സമൂഹം ആരുടെയും നിയന്ത്രണത്തിന് വഴങ്ങാതെ നിയന്ത്രണാതീതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. No boundaries, no control. സമൂഹത്തിന് യാതൊരു നിയന്ത്രണവും ഉണ്ടായിരിക്കുകയില്ല. അതിന്റെ പ്രവർത്തനത്തിന് അതിരുകൾ ഉണ്ടായിരിക്കില്ല. How do I say that? ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? I want to bring 7 remaining outcomes that Apostle Paul was talking in that passage. അപ്പോസ്തലനായ പൗലോസ് ആ വേദഭാഗത്ത് സൂചിപ്പിച്ചിരിക്കുന്ന 7 കാര്യങ്ങളെക്കുറിച്ച് കൂടി ഞാൻ പറയട്ടെ. Please note it down. ദയവായി എഴുതിയെടുക്കുവിൻ. In the last days, people will be unholy. അന്ത്യകാലത്ത് ജനങ്ങൾ അശുദ്ധന്മാരായിരിക്കും. Number 2, without self-control. രണ്ടാമതായി അവർക്ക് ആത്മനിയന്ത്രണം ഉണ്ടായിരിക്കില്ല. Number 3, they will be reckless. മൂന്നാമതായി അവർ ഉഗ്രന്മാരായിരിക്കും. Number 4, brutal. നാലാമതായി അവർ ക്രൂരന്മാരായിരിക്കും. Number 5, conceited. അഞ്ചാമത് അവർ ഏഷണിക്കാരായിരിക്കും. Number 6, blasphemers. ആറാമത് പരദൂഷകന്മാരായിരിക്കും. Number 7, without love for what is good. ഏഴാമത് നല്ലതിനോട് അവർക്കൊരു സ്നേഹവും ഉണ്ടായിരിക്കില്ല. In other words, ചുരുക്കി പറയുകയാണെങ്കിൽ they will be totally without any boundaries or control. ചുരുക്കി പറയുകയാണെങ്കിൽ അവർ യാതൊരു നിയന്ത്രണങ്ങൾക്കും നിയമങ്ങൾക്കും വഴങ്ങാതെ ഇഷ്ടാനുസരണം ജീവിക്കുന്നവരായിരിക്കും. So they will call evil as good and good as evil. അവർ തിന്മയെ നന്മ എന്നും നന്മയെ തിന്മ എന്നും വിളിക്കും. There will be no upper limit for the evil that will constantly be engineered by the society in the last days. അന്ത്യകാലത്ത് സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾക്ക് ഒരു പരിധി ഉണ്ടായിരിക്കുകയില്ല. അവർ അത് ചെയ്തുകൊണ്ടേയിരിക്കും. Listen everyone. എല്ലാവരും ശ്രദ്ധിക്കുവിൻ. I tell you, in the last days, the society will go to such depths of wickedness that even sin will be welcomed as virtue. അന്ത്യകാലത്ത് സമൂഹം അത്രമാത്രം തിന്മയിലേക്ക് ഇറങ്ങിച്ചെല്ലും. പാപം പോലും നല്ല കാര്യമാണ്, അതാണ് ധർമ്മമെന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളായിരിക്കും അന്ത്യകാല സമൂഹത്തിൽ ഉണ്ടായിരിക്കുക. Let me tell you a real fact. ഞാൻ ഒരു യഥാർത്ഥ സംഭവം പറയട്ടെ. Last year, 2018, 2018 in the month of September, സെപ്റ്റംബർ മാസത്തിൽ the Indian courts gave a verdict. ഇന്ത്യയിലെ കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു. What is that verdict? എന്തായിരുന്നു ആ വിധി? Being a gay, homosexual is no longer a crime. It cannot be punished. പ്രകൃതി വിരുദ്ധമായ സ്വവർഗ സംഭോഗം ഒരു തെറ്റല്ല, അതിന് ശിക്ഷയുമില്ല എന്ന് കോടതി വിധിച്ചു. Which court said that? Is not some other court in the West, India. ഇത് വിദേശ രാജ്യങ്ങളിലുള്ള കോടതിയൊന്നുമല്ല. ഈ വിധി പുറപ്പെടുവിച്ചത് ഇന്ത്യയിലെ കോടതിയാണ്. And there was such a big celebration in the public in the city of Delhi. ഡൽഹി മഹാനഗരത്തിൽ ജനങ്ങൾക്കിടയിൽ വളരെ വലിയ ഒരു ആഘോഷം തന്നെ ഉണ്ടായി. One of the judges who made this as a law, ഇത് ഒരു നിയമമാക്കി തീർത്ത ജഡ്ജിമാരിൽ ഒരാൾ, she was a female judge. അവർ ഒരു സ്ത്രീയായിരുന്നു. Do you know what she said? അവർ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? She said, ജഡ്ജി പറയുന്നു, history owes an apology to the LGBT people for ostracizing them from our society. നമ്മുടെ സമൂഹത്തിൽ നിന്ന് സ്വവർഗ സംഭോഗികളായ ജനങ്ങളെ നമ്മൾ മാറ്റി നിർത്തിയതുകൊണ്ട് ചരിത്രം അവരോട് മാപ്പ് പറയുകയാണെന്ന് അവർ പ്രഖ്യാപിച്ചു. The Britishers, they brought a law about this 157 years ago. വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇതിനെക്കുറിച്ചുള്ള ഒരു നിയമം They പ്രാബല്യത്തിൽ said കൊണ്ടുവന്നു. anyone caught in a homosexual act, they will be put behind bars for 10 years prison. സ്വവർഗ സംഭോഗത്തിൽ ഏർപ്പെടുന്ന ആരെങ്കിലും പിടിപെടുകയാണെങ്കിൽ അവർ 10 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. But they broke that punishment and law and said it is not a crime anymore. എന്നാൽ ഈ നിയമത്തെ തകർത്തു കളഞ്ഞു. സ്വവർഗ സംഭോഗം നിയമാനുസൃതമാക്കി ഇത് ഒരു തെറ്റല്ലെന്ന് വിധിച്ചു. Very shocking. ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. In the year 2013, 2013 in America, a lady by the name of Stutzman, അമേരിക്കയിൽ സ്റ്റുട്സ്മാൻ എന്ന പേരുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. she had a business of selling decorative flowers, flower decoration. അവരുടെ ബിസിനസ് പുഷ്പാലങ്കാരമായിരുന്നു.
Once a homosexual couple came to her and asked her to decorate their wedding. ഒരിക്കൽ സ്വവർഗ സംഭോഗികളായ ഒരു ദമ്പതികൾ അവരെ സമീപിച്ച് അവരുടെ വിവാഹത്തിന് വേണ്ട അലങ്കാര വേലകൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. They wanted her to decorate with flowers their wedding. അവരുടെ വിവാഹത്തിന് ആവശ്യമായ പുഷ്പാലങ്കാരങ്ങളെല്ലാം ചെയ്തു തരണമെന്ന് അവരോട് ആവശ്യപ്പെട്ടു. The lady said, I don't believe in this. I am a Christian. I will not do this. അപ്പോൾ ആ സ്ത്രീ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാനിതിൽ വിശ്വസിക്കുന്നില്ല, ഞാൻ ഒരിക്കലും അത് ചെയ്യുകയില്ല എന്ന് അവരോട് തീർത്ത് പറഞ്ഞു. They went to the court. ഈ സ്വവർഗ സംഭോഗികളായ ദമ്പതികൾ ഉടനടി കോടതിയെ സമീപിച്ചു. And the court fined that woman for not decorating that wedding a fine of $1,000. ആ വിവാഹത്തിന് ആവശ്യമായ അലങ്കാര വേലകൾ ചെയ്തു കൊടുക്കാത്തതുകൊണ്ട് ഈ സ്ത്രീക്ക് കോടതി $1000 പിഴ വിധിച്ചു. That is 70,000 rupees Indian money. അതായത് ഇന്ത്യയിലാണെങ്കിൽ 70,000 രൂപ. In the same year, അതേ വർഷം there was a bakery in America called Sweet Cakes. സ്വീറ്റ് കേക്ക്സ് എന്ന പേരിൽ അമേരിക്കയിൽ ഒരു ബേക്കറി ഉണ്ട്. And there another homosexual couple go there and order a cake for their wedding. അവിടെ സ്വവർഗ സംഭോഗികളായ ദമ്പതികൾ ചെന്ന് അവരുടെ വിവാഹത്തിന് ഒരു കേക്ക് ഓർഡർ ചെയ്തു. For their wedding. അവരുടെ വിവാഹത്തിന് വേണ്ടി. Once the owner found out that these people are going to get married, they're homosexuals, he said, no, that's not my belief, that's not my faith, I will not give cake to you. ഈ സ്വവർഗ സംഭോഗികൾ വിവാഹം കഴിക്കുവാൻ പോകുകയാണെന്ന് അറിഞ്ഞപ്പോൾ ആ ബേക്കറിയുടെ ഉടമസ്ഥൻ പറഞ്ഞു, ഞാനിതിൽ വിശ്വസിക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും കേക്ക് നൽകുകയില്ല. They go to the court. ഉടനടി കോടതിയെ സമീപിച്ചു. And they said they were greatly hurt by the way the man treated them. ഈ ബേക്കറിയുടെ ഉടമസ്ഥന്റെ വാക്കുകൾ തങ്ങളെ വളരെയധികം വേദനിപ്പിച്ചു എന്ന് സ്വവർഗ സംഭോഗികൾ പറഞ്ഞു. And the court ordered a fine to that baking company $135,000. ഈ ബേക്കറിയുടെ ഉടമസ്ഥന്റെ വാക്കുകൾ തങ്ങളെ വളരെയധികം വേദനിപ്പിച്ചു എന്ന് തൽഫലമായി $135,000 പിഴ ചുമത്തുവാൻ ആ ബേക്കറി കമ്പനിയോട് കോടതി ആവശ്യപ്പെട്ടു. That is close to about 1 crore Indian rupees. ഇന്ത്യൻ റുപ്പിയാണെങ്കിൽ ഏകദേശം 1 കോടി രൂപ. They gave the money. അവർ പണം കൊടുത്തു. They closed the business because they didn't have any more money. They closed the business. അതോടുകൂടി ആ കച്ചവടം അവർ അടച്ചുപൂട്ടി. പിന്നീട് അവരുടെ പക്കൽ പണമുണ്ടായിരുന്നില്ല കച്ചവടം നടത്തുന്നതിനെ. The Bible said in the last days dangerous times will come. ദൈവം പറഞ്ഞു, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന്. Every law, every value, every good thing will be broken. എല്ലാ നിയമങ്ങളും എല്ലാ ധാർമ്മിക മൂല്യങ്ങളും സകല നന്മകളും തച്ച് തകർക്കപ്പെടും. Every godliness will be thrown to the streets. സകല ദൈവികതയും തെരുവിലേക്ക് വലിച്ചെറിയപ്പെടും. Evil will be called good and good will be called evil. ജനങ്ങൾ തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കും. Some years ago, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് I was preparing for a lesson in school. ഒരു സ്കൂളിൽ സന്ദേശം നൽകുന്നതിന് വേണ്ടി ഞാൻ ഒരു വിഷയം ഒരുക്കുകയായിരുന്നു. I want to begin in a very interesting way, so I was collecting for some material. വളരെ രസകരമായ രീതിയിൽ അത് ആരംഭിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിനു വേണ്ട കാര്യങ്ങൾ ഞാൻ ശേഖരിക്കുകയായിരുന്നു. I thought I'll start with illustrating about 10 world's most dangerous animals. ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ 10 മൃഗങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. I thought I'll search that. So I googled it. ഞാൻ ഗൂഗിളിൽ അവയ്ക്ക് വേണ്ടി തിരഞ്ഞു. So I typed 10 most dangerous animals in the world. ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ 10 മൃഗങ്ങൾക്ക് വേണ്ടി ഞാൻ ഗൂഗിളിൽ തിരഞ്ഞു. And then a website opened up, very interesting. അപ്പോൾ രസകരമായ ഒരു വെബ്സൈറ്റ് തുറന്നു. And they had listed 10 dangerous animals. അവർ 10 അപകടകാരികളായ മൃഗങ്ങളുടെ പട്ടിക അവിടെ നൽകിയിരുന്നു. First one, ഒന്നാമത്തേത്, the 10th place goes to Cape Buffalo. 10ാമത്തെ സ്ഥാനത്ത് കേപ്പ് ബഫല്ലോ എന്ന മൃഗമാണ്. It is 6 feet tall, weighs over a ton, can run at 50 kilometers per hour. അതിന് 6 അടി ഉയരമുണ്ട്, 1 ടണ്ണിലധികം ഭാരമുണ്ട്, മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത്തിൽ ഓടുവാൻ അതിന് സാധിക്കുമത്രേ. Very dangerous animal. വളരെ അപകടകാരിയായ മൃഗമാണ്. Then the 9th place, 9ാമത്തെ സ്ഥാനത്ത് it goes to an animal called cone snail. ഹോൺ സ്നെയിൽ എന്ന മൃഗമായിരുന്നു. But very venomous, very poisonous. ഈ മൃഗം വളരെ വിഷമുള്ള മൃഗമാണത്രേ. 8th place, 8ാമത്തെ സ്ഥാനത്ത് golden poison dart frog. ഗോൾഡൻ പോയ്സൺ ഡോട്ട് ഫ്രോഗ് എന്ന തവളയായിരുന്നു.
They say one sting of that frog can kill 10 people instantly. ആ തവളയുടെ നാക്കിൽ നിന്ന് വരുന്ന വിഷം കൊണ്ട് 10 പേരെ തൽക്ഷണം കൊന്നൊടുക്കുവാൻ സാധിക്കുമത്രേ. Then the 7th place goes to box jellyfish. 7ാമത്തെ സ്ഥാനം പോക്സ് ജെല്ലി ഫിഷ് എന്ന മത്സ്യത്തിനാണ്. They say they are also very venomous. അവർ പറയുന്നു ആ മത്സ്യവും വളരെയധികം വിഷമുള്ളതാണെന്ന്. It can attack the heart, nervous system, skin cells. അതിന്റെ വിഷം മനുഷ്യരുടെ ഹൃദയത്തെയും നാഡീവ്യവസ്ഥയെയും ബാധിക്കുമത്രേ. The next place, the 6th place goes to a fish called puffer fish. 6ാമത്തെ സ്ഥാനം പഫർ ഫിഷ് എന്ന മത്സ്യത്തിനാണ്. The fish looks very attractive, ഇത് വളരെ ആകർഷകമായ ഒരു മത്സ്യമാണ്. but the poison in that fish is 1200 times powerful than cyanide. എന്നാൽ സയനൈഡിനേക്കാൾ 1200 മടങ്ങ് ശക്തിയുള്ളതാണത്രേ ഈ മത്സ്യത്തിന്റെ വിഷം. The 5th place goes to a snake called black mamba snake. 5ാം സ്ഥാനം ബ്ലാക്ക് മംബ സ്നേക്ക് എന്ന പാമ്പിനായിരുന്നു. It's in Africa. അത് ആഫ്രിക്കയിലാണ്. They say if it bites a person, അവർ പറയുന്നു ഈ പാമ്പ് ഒരു വ്യക്തിയെ they കടിക്കുകയാണെങ്കിൽ will die in 20 minutes flat. അവർ 20 മിനിറ്റിനുള്ളിൽ മരിച്ചു പോകുമത്രേ. The next place അടുത്ത സ്ഥാനം goes to the salt water crocodile. സോൾട്ട് വാട്ടർ ക്രൊക്കഡൈലിനാണ്. Salt water crocodile. സോൾട്ട് വാട്ടർ ക്രൊക്കഡൈൽ It can grow to a length of 23 feet, have a weight of more than 1 ton. ഈ മുതല 23 അടി നീളത്തിൽ വളരുമത്രേ. 1 ടണ്ണിലധികം ഭാരം ഇതിനുണ്ടായിരിക്കുമത്രേ. It can bite and nobody can escape. ഈ മുതലയുടെ കടിയേറ്റാൽ ആർക്കും രക്ഷപ്പെടുവാൻ സാധിക്കില്ല. Hundreds of people die. നൂറുകണക്കിന് ജനങ്ങൾ ഇതിന്റെ കടിയേറ്റ് മരിച്ചിട്ടുണ്ട്. And then the 3rd place goes to the CC fly. പിന്നീട് 3ാം സ്ഥാനം CC ഫ്ലൈ എന്ന ഈച്ചയ്ക്കാണ്. They are very dangerous. They can carry a lot of bacteria and they can spread disease like wildfire. അവയ്ക്ക് ബാക്ടീരിയയെ വഹിച്ചുകൊണ്ട് പോകുവാൻ സാധിക്കുമത്രേ, എല്ലായിടത്തും രോഗങ്ങൾ പരത്തുവാനും. Then the 2nd place goes to an insect called the mosquito. 2ാമത്തെ സ്ഥാനം ഒരു മസ്കിറ്റോ, അതായത് കൊതുകിനാണ്. It caused many deaths in the world by cholera, malaria, dengue, all this spread by mosquitoes. കോളറ, മലേറിയ, ഡെങ്കു ഇവയെല്ലാം പരത്തുന്നത് കൊതുകുകളാണ്. So what is the first most dangerous animal in the world? അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ 1ാം സ്ഥാനത്തുള്ള ഏറ്റവും അപകടകാരിയായ മൃഗം ഏതാണ്? The human being. മനുഷ്യർ. They say അവർ പറയുന്നു human beings were the one main cause for the maximum deaths in the human race, which is touching 1 billion. മനുഷ്യകുലത്തിൽ ഏറ്റവും അധികം മനുഷ്യർ മരിച്ചു പോകുന്നതിന് കാരണമായി തീർന്നിരിക്കുന്നത് മനുഷ്യർ തന്നെയാണ്. ഇതുവരെ 100 കോടി ജനങ്ങൾ മനുഷ്യർ നിമിത്തം മരിച്ചു പോയിട്ടുണ്ടത്രേ. இதுவரைக்கும் 100 கோடி மனிதர்களை கொண்டிருக்காங்களாம். மனித வர்க்கம் தாம் வர்க்கத்தை கொண்டது 100 crores, 1 billion. മനുഷ്യർ തന്നെയാണ് മനുഷ്യരെ കൊന്നത്. ഏകദേശം 100 കോടി മനുഷ്യരെ മനുഷ്യർ തന്നെ കൊന്നുകളഞ്ഞിരിക്കുന്നു. By wars, so many things. യുദ്ധങ്ങൾ എന്നിവയിലൂടെ. Now you want to know, is this over? ഇപ്പോൾ ഇതെല്ലാം അവസാനിച്ചുവെന്ന് നിങ്ങൾ കരുതുകയാണോ? We are in a modern society. നമ്മൾ ഇന്ന് ആധുനിക സമൂഹത്തിലാണ് ജീവിക്കുന്നത്. The wars are all in control. യുദ്ധങ്ങളെല്ലാം ഇപ്പോൾ നിയന്ത്രണത്തിലാണ്. Now we have lot of rules, we have lot of systems, no more wars. ഇന്ന് നമുക്ക് ധാരാളം നിയമങ്ങളുണ്ട്, സംഘടനകളുണ്ട്, അതുകൊണ്ട് യുദ്ധങ്ങൾ നടക്കുന്നില്ല. Let me give you a surprise. ഞാൻ നിങ്ങളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം Do പറയട്ടെ. you know? നിങ്ങൾക്കറിയാമോ, In the past 1 century, 100 years, കഴിഞ്ഞ 100 വർഷത്തിനുള്ളിൽ, അതായത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ, humankind has successfully killed or aborted 1 billion babies. മാനവകുലം 100 കോടി കുട്ടികളെ ഗർഭഛിദ്രത്തിലൂടെ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കൊന്നു Just കളഞ്ഞിട്ടുണ്ട്. like an entire country of India. ഒരു ഇന്ത്യ മഹാരാജ്യത്തെയാണ് നമ്മൾ നശിപ്പിച്ചതെന്ന് പറയാം. Recently in America, there was a billboard. ഈയിടെ അമേരിക്കയിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതിനുള്ള ഒരു ബിൽബോർഡ് കണ്ടു. And this is what was written there. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്: The most dangerous place for an African American is in the womb. ആ പരസ്യ പലകയിൽ ഇപ്രകാരം എഴുതിയിരുന്നു: ആഫ്രിക്കൻ അമേരിക്കക്കാരനെ
ലോകത്തിൽ ഏറ്റവും അപകടകരമായ സ്ഥലം അമ്മയുടെ ഗർഭപാത്രമാണ്. தாயின் கர்ப்பம்தான் உலகத்திலே ரொம்ப ஆபத்தான இடமா. ஏன்னா கர்ப்பத்தில் உருவான குழந்தைகளை அழிக்கிறதுல மனித வர்க்கம் அவ்வளோ தூரம் மேம்பட்டிருக்கான். Do you know that abortions has become the greatest genocide ever, far surpassing all wars and all diseases and whatever, all combined. This is the top. നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തിൽ രോഗങ്ങൾ പിടിപെട്ട് മരിക്കുന്നവരെക്കാൾ, യുദ്ധത്തിലകപ്പെട്ട് മരിക്കുന്നവരെക്കാൾ അധികം കുട്ടികൾ അമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് ഗർഭഛിദ്രത്തിലൂടെ കൊല്ലപ്പെടുന്നു. Today's statistics, ഇന്നത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് per year 125 lakhs babies are aborted. വർഷം തോറും 125 ലക്ഷം കുഞ്ഞുങ്ങളെ ഗർഭഛിദ്രത്തിലൂടെ നശിപ്പിക്കുന്നു. Every 2 hours 2,800 babies are aborted. ഓരോ 2 മണിക്കൂറുകളിലും 2800 കുട്ടികൾ ഗർഭഛിദ്രത്തിലൂടെ നശിപ്പിക്കപ്പെടുന്നു. That is equivalent to the September 11 Twin Tower attacks. Every 2 hours human beings are killing babies. ഓരോ 2 മണിക്കൂറുകളിലും മനുഷ്യർ ഗർഭഛിദ്രത്തിലൂടെ 2800 കുട്ടികളെ കൊന്നുകളയുന്നു. സെപ്റ്റംബർ 11 തീയതി അമേരിക്കയിലുണ്ടായ ആ അപകടത്തിൽപ്പെട്ട് മരിച്ചതും അത്രയും ജനങ്ങളായിരുന്നു. Every 6 months 60 to 63 lakh babies are aborted. ഓരോ 6 മാസത്തിലും 62 മുതൽ 63 ലക്ഷം വരെ കുഞ്ഞുങ്ങൾ ഗർഭഛിദ്രത്തിലൂടെ നശിപ്പിക്കപ്പെടുന്നു. Now that is equivalent to the number of Jews that was killed by Hitler during the Second World War. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലർ കൊന്നൊടുക്കിയ യഹൂദന്മാരുടെ സംഖ്യയ്ക്ക് ഒത്ത സംഖ്യയാണിത്. Every 6 months that is happening. ഓരോ 6 മാസത്തിലും അപ്രകാരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. And there is no control. അതിന് യാതൊരു നിയന്ത്രണങ്ങളുമില്ല. This is very shocking. Please listen. ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. This year January 22. ഈ വർഷം ജനുവരി 22 തീയതി the governor of New York, ന്യൂയോർക്കിലെ ഗവർണർ, he brought up a law, an act. അദ്ദേഹം ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. What is that? എന്താണത്? Until now in America you can legally abort a child until 24 weeks. നാളിതുവരെ അമേരിക്കയിൽ നിങ്ങൾക്ക് 24 ആഴ്ച പ്രായമുള്ള കുഞ്ഞുങ്ങളെ നിയമപരമായി ഗർഭഛിദ്രത്തിലൂടെ നശിപ്പിക്കാമായിരുന്നു. That was the law. അതായിരുന്നു നിയമം. But that governor just 6 months ago he brought a law. എന്നാൽ 6 മാസം മുൻപ് ഗവർണർ ഒരു പുതിയ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. What is that law? എന്താണ് ആ നിയമം? The mother has the right to abort the baby just before delivery. എന്താണ് ആ നിയമം? പ്രസവത്തിന് അല്പം മുൻപായി കുഞ്ഞിനെ ഗർഭഛിദ്രത്തിലൂടെ നശിപ്പിക്കുവാനുള്ള അധികാരം അമ്മയ്ക്കുണ്ട്. It has become a law in America. അത് അമേരിക്കയിൽ ഒരു നിയമമായി തീർന്നിരിക്കുന്നു. In New York. ന്യൂയോർക്കിൽ. Now the shocking thing in this is, ഇതിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിഷയം ഇതാണ്. when this law was passed, on that day thousands and thousands of women, they went on a march of celebration. ഈ നിയമം പ്രാബല്യത്തിൽ വന്നപ്പോൾ അന്ന് തന്നെ ആയിരക്കണക്കിന് സ്ത്രീകൾ അത് ഒരു ആഘോഷമായി സ്വീകരിച്ചു. അവരത് നല്ലവണ്ണം ആഘോഷിച്ചു. Look at that picture. ഈ ചിത്രം നോക്കുവിൻ. Thank God for abortion. ഗർഭഛിദ്രത്തിനായി ദൈവത്തിന് നന്ദി എന്ന് എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നുവല്ലോ. Look at the words they say. My body, my choice. എന്താണ് അവർ എഴുതിയിരിക്കുന്നത്? എൻ്റെ ശരീരം, എൻ്റെ തിരഞ്ഞെടുപ്പ്. You cannot ask me why, what, how, when. I will do whatever I want. എന്തുകൊണ്ട്, എപ്പോൾ, എന്തിനെ എന്നെല്ലാം നിങ്ങൾക്ക് ചോദിക്കാനാവില്ല. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. I'll tell you, on that day when they passed that law, ആ നിയമം പ്രാബല്യത്തിൽ വന്ന ആ ദിവസം തന്നെ, in order to celebrate that event, ഈ നിയമം വന്നതിലുള്ള സന്തോഷം ആഘോഷിക്കുന്നതിന് just വേണ്ടി 6 months ago, 6 മാസങ്ങൾക്ക് മുൻപ് there is this one world tower that was replaced with the twin towers. ആ ഇരട്ട ഗോപുരങ്ങൾക്ക് പകരമായി ഒരു വേൾഡ് ടവർ പണിതുയർത്തിയിരുന്നു. It's called one world tower. അതിനെ വൺ വേൾഡ് ടവർ എന്ന പേരിലാണ് വിളിച്ചിരുന്നത്. On the top of the tower, ആ ടവറിന്റെ ഏറ്റവും മുകളിൽ the governor ordered, for celebrating this event,
that it will be lit up in pink. ഈ നിയമം വന്നതിലുള്ള സന്തോഷം ആഘോഷിക്കുന്നതിനെ ആ ടവറിന്റെ മുകൾ ഭാഗം പിങ്ക് ലൈറ്റുകളാൽ അലങ്കരിക്കണമെന്ന് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. Why am I saying this? ഞാൻ എന്തിനാണ് ഇതെല്ലാം പറയുന്നത്? In the last days, terrible times will come. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് നിങ്ങളെ അറിയിക്കുന്നതിനാണ്. കൊടിയ കാലങ്ങൾ വരും. People will lose love. ജനങ്ങൾക്ക് സ്നേഹം നഷ്ടപ്പെടും. അവർ സ്നേഹമില്ലാത്തവരായി തീരും. People will have no accountability to anyone. ജനങ്ങൾക്ക് ആരോടും ഒരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുകയില്ല. People will have no abstinence. ജനങ്ങൾക്ക് ഒരു നിയന്ത്രണവും ഉണ്ടായിരിക്കില്ല. അവർ ഇഷ്ടാനുസരണം പ്രവർത്തിക്കും. How should the church respond to this? സഭകൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കേണ്ടത്? What are we to do in such a wicked generation? ഈ ദുഷ്ടതലമുറയിൽ നമുക്ക് എന്താണ് ചെയ്യുവാൻ സാധിക്കുക? 3 thoughts. 3 ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. Number 1. ഒന്നാമത്തേത് 1 John 2:15. 1 യോഹന്നാൻ 2:15 John said, "Love not the world, neither the things that are in the world. If any man love the world, the love of the Father is not in him." യോഹന്നാൻ പറയുന്നു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. Don't run after this world. ഈ ലോകത്തിന്റെ പിന്നാലെ ഓടരുത്. Don't love the things of the world. ഈ ലോകത്തിലുള്ള യാതൊന്നിനെയും നിങ്ങൾ സ്നേഹിക്കരുത്. Because it is a hatred before God. കാരണം അത് ദൈവത്തെ വെറുക്കുന്നതിന് സമമാണ്. ദൈവത്തിന് അത് ഇഷ്ടമല്ല. Don't run after the fashions. Don't run after all these new things that are coming up, terrorizing, terrifying things. Do not love the world. നിങ്ങൾ ലോകത്തിന്റെ ഫാഷന്റെ പിന്നാലെ ഓടരുത്. ആധുനിക സാങ്കേതിക വിദ്യകളുടെ പിന്നാലെ ഓടരുത്. ലോകത്തെ നിങ്ങൾ സ്നേഹിക്കരുത്. Number 2. രണ്ടാമത്തേത്, Leave the world. നിങ്ങൾ ലോകത്തെ വിട്ട് ഓടുവിൻ. Be separate. ലോകത്തിൽ നിന്ന് വേർപെട്ടിരിക്കുവിൻ. James 4:4. യാക്കോബ് 4:4 Know ye not that the friendship of the world is enmity with God? Whosoever therefore will be a friend of the world is an enemy of God. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. 2 Corinthians chapter 6 verse 17. 2 കൊരിന്ത്യർ 6:17 Therefore come out from them and be separate, says the Lord, and touch not the unclean thing, and I will receive you. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ. അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊള്ളുമെന്ന് ദൈവം പറയുന്നു. 1 Peter chapter 2 and verse 9. 1 പത്രോസ് 2:9 But you are a chosen generation, a royal priesthood, a holy nation, a peculiar people, that you should shew forth the praises of him who called you out of darkness into his marvelous light. എന്നാൽ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. Do not love the world. നിങ്ങൾ ലോകത്തെ സ്നേഹിക്കരുത്. Leave the world and be separate. നിങ്ങൾ ലോകത്തിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ. Number 3. മൂന്നാമത് Matthew chapter 5 verse 14. മത്തായി 5:14 Be the light of this dark world. നിങ്ങൾ ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിന് വെളിച്ചമായിരിപ്പിൻ. You are the light of the world. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. Verse 16 says, 16 പറയുന്നു, Let your light so shine before men that they may see your good works and glorify your Father which is in heaven. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിനെ നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. The only hope for this dark world is not government, it is not any other social movement. അന്ധകാരം നിറഞ്ഞ ലോകത്തിന് ഏക പ്രത്യാശ അല്ലെങ്കിൽ ഏക പരിഹാരം സർക്കാരല്ല, സാമൂഹ്യ It is സംഘടനകളുമല്ല. not the government. The government cannot help. ഗവൺമെന്റിനെ നമ്മെ സഹായിക്കാനാവില്ല. But we are the light of the world. എന്നാൽ നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. Our life must portray the love of God. നമ്മുടെ ജീവിതം യേശുവിന്റെ സ്നേഹം പ്രതിഫലിപ്പിക്കണം. We should be the light for this world. നമ്മൾ ഈ ലോകത്തിന് വെളിച്ചമായി തീരണം. So people will know. അപ്പോൾ ജനങ്ങൾ ഒരു കാര്യമറിയും. These people have a living God. അതായത് നമ്മിൽ ജീവിക്കുന്ന ദൈവം വസിക്കുന്നുണ്ടെന്ന് നമ്മെ കാണുന്ന ജനങ്ങൾ തിരിച്ചറിയും. And they will understand that they have a loving Father. അപ്പോൾ സ്നേഹനിധിയായ ഒരു പിതാവ് എനിക്കുണ്ടെന്ന് ലോകം And മനസ്സിലാക്കും. they will glorify the name of God. അവർ ദൈവനാമം മഹത്വപ്പെടുത്തും.
Will you take a decision today? ഇന്ന് നിങ്ങൾ ഒരു തീരുമാനമെടുക്കുമോ? I will not love the world, but I will love the Lord. ഞാൻ ഇനി ലോകത്തെ സ്നേഹിക്കുകയില്ല, എന്നാൽ ദൈവത്തെ സ്നേഹിക്കും. I will not stay with the world, but leave and stay separate and sanctified for God. എന്നാൽ ഞാൻ ലോകത്തോടൊപ്പം വസിക്കുകയില്ല, ഞാൻ ലോകത്തിൽ നിന്ന് വേർപെട്ട് വിശുദ്ധ ജീവിതം നയിക്കും. I will be a light shining in this dark world. ഞാൻ ഈ അന്ധകാര ലോകത്തിൽ പ്രകാശിക്കുന്ന ദൈവത്തിന്റെ വെളിച്ചമായി തീരും. May God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ഈ സന്ദേശം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹം ആയി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ദൈവിക സന്ദേശം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ACA ആവടി എന്ന യൂട്യൂബ് ചാനൽ വഴി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പ്രോഗ്രാം മുഖാന്തരം നിങ്ങൾ അനുഭവിച്ച അനുഗ്രഹങ്ങളെ ഞങ്ങളോട് പങ്കുവെക്കുക. നിങ്ങളുടെ ശരിയായ മെയിൽ വിലാസം, ഫോൺ നമ്പർ മുതലായവ ഞങ്ങൾക്ക് എഴുതി അയക്കേണ്ട ഇമെയിൽ അഡ്രസ് acaavadi@gmail.com. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളോട് വിളിച്ചറിയിക്കേണ്ട ഫോൺ നമ്പർ 9380417774. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.